Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Prayer start ചെയ്തോളൂ കേട്ടോ. Prayer. Dear Heavenly Father, thank you for this wonderful day. We thank you for the gift of life and all the blessings. We are grateful for the chance to learn and grow. Please bless our teachers as they guide us and help us to listen, work hard, and be kind to one another. Fill our hearts with joy, our minds with knowledge, and our spirits with peace. May we use what we learn to make the world a better place. This all we pray in the name of God. Sign in. Signing. Good afternoon, ma'am and my dear friends. I warmly welcome you all to today's class. I hope today's session will be interesting and full of learning. Let us listen carefully and gain more knowledge. Thank you, ma'am, and thank you, friends. Thoughts of the day. The happiness of your life depends upon the quality of your thoughts. Thank you. Okay. അശ്വതി മിസ് റിവിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? മിസ്സേ Yes, ശ്രുതി മിസ് ma'am. ഇല്ലയോ? അശ്വതി മിസ്സിന് ലീവാണ്. അതെ, പെട്ടെന്ന് ടീച്ചറുടെ ഫാദർ ഇൻ ലോ മരിച്ചു. അതാണ് ഞാൻ പിന്നെയും നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നത്. ഓക്കെ. അപ്പോ മിസ്സിന് ക്ലാസ് എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ആക്ടിവിറ്റി പോലെ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് തരാം കേട്ടോ. ക്ലാസ് എടുക്കുന്നില്ല, എക്സാം കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കാം നമുക്ക്. ഓക്കെ. മിസ് നമ്മൾ ഇന്നലെ ചോദിച്ചില്ലേ ഐക്യൂന്റെ കാര്യം, അതിപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിട്ട് തന്നെ നിൽക്കുന്നത്. പ്രൊപ്പോസ് ചെയ്തത് വില്യം സ്റ്റേൺ ആണ് എന്ന് പറഞ്ഞില്ലേ, പക്ഷെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ അത് അടിക്കുമ്പോ അത് തെറ്റായിട്ടാ കാണിക്കുന്നത്. അത് തെറ്റായിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഞാനത് തിരുത്തിക്കോളാം കേട്ടോ. അവിടെ ഞാൻ ഓഫീസിൽ പോയി പറഞ്ഞോളാം. അവര് ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടാണ് കേട്ടോ. കറക്റ്റ് ആയില്ലേ? ഇപ്പൊ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് വില്യം സ്റ്റേണ്. ഫസ്റ്റ് ടെസ്റ്റ് നടത്തിയത് ആൽഫ്രഡ്. അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ. പിന്നെ അപ്പോ അശ്വതി മിസ് പറഞ്ഞിരുന്നു ഇനി ആർക്കെങ്കിലും റിവിഷൻ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ജസ്റ്റ് മിസ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, പറഞ്ഞു തരേയിരിക്കും. അപ്പൊ നാളെയാണല്ലോ എക്സാം, അതിന് മുമ്പ് പറഞ്ഞു തരേയിരിക്കും. ഞങ്ങളും ഇംഗ്ലീഷ് ഇന്ന് ഒക്കെ സെറ്റ് ആക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. മിസ്സിന്റെ റിവിഷൻ കിട്ടിയിട്ടുണ്ടെങ്കില് സാരില്ല, ഞാൻ പറയാം. അപ്പൊ മിസ് പറഞ്ഞിരുന്നു എന്നോട്, ഞാൻ കുട്ടികളോട് പറഞ്ഞോളൂ. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും തരാൻ നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിരുന്നു. ഏതെങ്കിലും രീതിയിലൂടെ തരേയിരിക്കും കേട്ടോ. ഓക്കെ മാം, ഫാദർ ഇൻ ലോയ്ക്ക് എന്ത് പറ്റി മാം? അവർക്ക് പെട്ടെന്നാണ് ആള് ഗൾഫിലായിരുന്നു, പെട്ടെന്ന് മരിച്ചതാണ്. എന്താന്ന് അറിയില്ല ഇതുവരെ. പിന്നെ ഇനിയിപ്പോ യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം ബോഡി ഇങ്ങനെ കൊണ്ടുവരാനായിട്ടും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പൊ അറിയില്ല എന്ത് പറ്റിയതാണ്. മരണകാരണം ഇതുവരെ അറിഞ്ഞിട്ടില്ല. പ്രൊസീജിയർ ഒക്കെ നടക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ടോപ്പിക് തരാം. അതിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ഡിബേറ്റ് നടത്താം. ഡിബേറ്റ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നോ നിങ്ങൾക്ക്? ഇല്ലായിരുന്നോ? ഇല്ല. ഓക്കെ. ഗവൺമെന്റ് സ്കൂളിന്റെയും അതുപോലെ തന്നെ CBSE സ്കൂളിന്റെയും അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് സംസാരിക്കാം കേട്ടോ. ഒരു കൂട്ടര് ഗവൺമെന്റ് സ്കൂൾ എടുക്കാം, ഒരു കൂട്ടര് CBSE സ്കൂൾ എടുക്കാം. ആരൊക്കെയാണ് CBSE സ്കൂൾ എടുക്കുന്നത്? ആരുല്ലേ? ഞാനുണ്ട്. CBSE. പ്രസീത ഇന്നലെ ലീവ് ആയിരുന്നോ? ആബ്സെന്റ് ആയിരുന്നോ? കണ്ടില്ലായിരുന്നല്ലോ. ഇല്ല മാം, മിലിങ്ങാന്ന് എൻ്റെ ബന്ധു മരിച്ചു. അതിൻ്റെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. റിക്കവർ ആയിണ്ടായിരുന്നില്ല ഇന്നലെ. അവര് 44 വയസ്സായിണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക്. ഒന്നുമില്ല, രാവിലെ ജിമ്മിലേക്ക് പോയ ആളാ. അവിടുന്ന് വയ്യാ തോന്നി വീട്ടിൽ വന്നിരുന്നു മാം. സോഫയിൽ വന്നിരുന്ന ആളാ. മക്കളെ റെഡിയാക്കാനൊക്കെ ആള് ഹെൽപ്പ് ചെയ്യലുണ്ട്. അപ്പൊ ആള് എണീച്ചില്ലല്ലോ വെച്ചിട്ട്, കണ്ടില്ലല്ലോ മക്കളെ കൂട്ടാനൊക്കെ വിചാരിച്ചിട്ട് വൈഫ് താഴെ വന്ന് നോക്കുമ്പോ ആള് തണുത്തിരിക്കുക. ബോഡിയൊക്കെ തൊടുമ്പോഴേക്കും ആള് ചരിയും ചെയ്തു. CPR ഒക്കെ കൊടുത്തു നോക്കി മാം. എന്നിട്ടും ബോഡി ചെറുതായി ഹീറ്റ് ആവുന്ന പോലെയൊക്കെ തോന്നി. പക്ഷെ അപ്പൊ തന്നെ ആംബുലൻസ് ഒക്കെ വിളിച്ച് അവര് അവിടെ എത്തുമ്പോഴേക്കും കഴിഞ്ഞിരിക്കുന്നു മാം.
ആള് ഗവൺമെന്റ് സെർവൻ്റ് ആണ്. നല്ല സാലറി വാങ്ങുന്ന 2 കുഞ്ഞു മക്കളാണ്. 3 വയസ്സും അല്ല 3-ാം ക്ലാസ്സിലും LKG-യിലൊക്കെയാണ് മക്കള്. ഒരു മോനും മോളും. വീട്ടിൽ ആരുമില്ല. ഫാദർ ഇൻ ലോ മരിച്ചു, മദർ ഇൻ ലോ മരിച്ചു. അങ്ങനെയൊക്കെ വല്ലാത്തൊരു ട്രാജഡി ഭയങ്കര വിഷമം. അത് ആ ആളെന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി, വെൽവിഷർ, നല്ല ആക്റ്റീവ്, കാണാനും അങ്ങനെയാണ്. ഭയങ്കര നഷ്ടമായി പോയി എല്ലാവർക്കും. നല്ലൊരു തണലായിരുന്നു. ആരൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകുന്നു പറയണത് അങ്ങനത്തെ ഒരു രീതിയിലാണല്ലേ ഇപ്പൊ? എനിക്ക് ശരിക്കും ഭയങ്കര ദൈവത്തിന് എന്താ ഇതുകൊണ്ട് കിട്ടിയതെന്ന് പലവട്ടം ചോദിച്ചു പോയി. അത്രയ്ക്കും വിഷമായി ഞങ്ങൾക്കൊക്കെ. അത് ഇപ്പോഴും എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് മരിക്കുന്നതല്ലേ? എന്താണ് അറ്റാക്കോടുകൂടി മരിക്കുന്നത്. ഇതിപ്പോ എല്ലാവരും ചിലര് പറഞ്ഞത് ഇഞ്ചക്ഷൻ നമ്മൾ വെച്ചില്ലേ, അപ്പൊ അതിന്റെ ഒരു സൈഡ് എഫക്ട് ആയിട്ടാണ് വരുന്നത് എന്നാണ്. പെട്ടെന്നാണ് എല്ലാം വരുന്നത്. എന്താ ഒരു പ്രതീക്ഷയില്ല. ഇത് കേട്ടതോടുകൂടി എന്തിനാണ് അങ്ങനെ തോന്നിപ്പോയി. ലൈഫ് ഒരു അർത്ഥമില്ലാത്ത പോലെ തോന്നി. ഇങ്ങനെ ഇത്രയും ചെറുപ്പം ആളുകൾക്ക് ഇങ്ങനെ പറ്റുകയാണെങ്കിൽ അത് ഒരു കുഴപ്പമില്ല മാം. ഒരു സിംറ്റം പോലും ഇല്ല ആൾക്ക്. അങ്ങനെ അല്ല പെട്ടെന്ന് നമ്മളെ പോലത്തെ സാധാരണക്കാരാണ് ഇപ്പൊ ഇങ്ങനെ വാക്സിൻ എടുത്തത്. ഇപ്പൊ ഈ ഡോക്ടർമാരൊന്നും, എല്ലാരും പറയുന്നു ഡോക്ടർമാരൊന്നും വാക്സിൻ എടുത്തില്ല, അതുപോലെ മന്ത്രിമാരൊന്നും വാക്സിൻ എടുത്തിട്ടില്ല എന്നാ പറയുന്നത്. നമ്മളത്തെ സാധാരണക്കാരെ മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ വാക്സിൻ എടുത്തിട്ടുണ്ടെന്ന് അവർക്കല്ലേ എല്ലാവരും നഴ്സുമാരൊക്കെ ആദ്യം ചെയ്തിട്ടല്ലേ? നഴ്സുമാരൊക്കെ ആദ്യം ചെയ്തായിരുന്നില്ല, എന്നിട്ടാണ് നമുക്ക് തന്നത്. അങ്ങനെയായിരുന്നില്ലേ? അങ്ങനെ ആയിരുന്നല്ലോ. അവർക്കാണ് ഹെൽത്ത് കെയറിലൊക്കെയാണ് ആദ്യം കൊടുത്തത്. അവർ ചെയ്തിട്ടാണ് പിന്നെ നമുക്ക്. അങ്ങനെ ആയിരുന്നു. ഇനിയിപ്പോ എടുത്തിട്ടുണ്ടായില്ലെന്ന് നമുക്കറിയില്ല എങ്ങനെയാന്ന്. എടുക്കും അല്ലെ? അങ്ങനെയായിരുന്നു. ഓക്കെ. എടുക്കാത്തവരുടെ ഭാഗ്യം. എടുത്തവര് എങ്ങനെയാണ് എപ്പോഴും എന്താ പറയാ, ആ ഇപ്പോ ഇങ്ങനെ കൊറോണയുടെ ഇഞ്ചക്ഷന്റെ സൈഡ് എഫക്റ്റ് ആണ് രക്തം കട്ടപിടിക്കാനായിട്ട് തുടങ്ങുന്നതാണ് പറയുന്നത്. പെട്ടെന്നായിരിക്കും രക്തം കട്ടപിടിക്കുന്നത്, പിന്നെയാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പെട്ടെന്നായിരിക്കും സംഭവങ്ങൾ. എടുത്തിട്ടില്ല ഭാഗ്യവതി അനുഷ. എന്ത് പറ്റി എടുക്കാന്? ഞങ്ങളൊക്കെ 2 ഡോസും എടുത്തു. ചിലര് 3-ാമത്തെ ഡോസ് വരെ എടുത്തവരുണ്ട്. ഞാൻ അതെ, 3 ഡോസും എടുത്തു. 3 ഡോസ് എടുത്തു. വെരി ഗുഡ്. അത് എന്റെ അമ്മായിയപ്പന് ശ്വാസം മുട്ടിന് അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ കക്ഷിക്കാരന് ഭയങ്കര പേടിയായിരുന്നു, ആർക്കെങ്കിലും കൊറോണ വരുവാണെങ്കിൽ പെട്ടെന്ന് വരുമെന്നുള്ളത്. അതുകൊണ്ട് വരുമ്പോഴേ ഞങ്ങളെ എല്ലാരും പറഞ്ഞിട്ട് എടുപ്പിച്ചു. ശരിയാണ്. പ്രായമായവർക്കൊക്കെ ആ ടൈമില് ശരിക്കും പറഞ്ഞാല് സ്ലോട്ടൊക്കെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നല്ലോ. എന്റെ മദറിൻലോയ്ക്ക് ഭയങ്കര ഇതായിരുന്നു. അവർക്ക് അവരുടെ ഫ്രണ്ട്സ് ഒക്കെ എടുത്തോന്ന്, അതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളവും മയൊക്കെ ആയിരുന്നു. അങ്ങനെ രജിസ്റ്റർ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ സ്ലോട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അപ്പൊ ഇടയ്ക്ക് എന്റെ ഹസ്ബൻഡ് പറയും, എന്തായിരുന്നു കൊറോണ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ദേ ഇപ്പൊ കണ്ടില്ലേ എന്ന് പറയും. ഇടയ്ക്ക് ഹോസ്പിറ്റലിലൊക്കെ കിടന്ന ടൈമില് അവളോട് ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ എടുക്കാനായിട്ട് ഭയങ്കര ഇതായിരുന്നു. എല്ലാവരും എടുത്തു, ഞങ്ങള് മാത്രം എടുത്തിട്ടില്ല. പിന്നെ ബൂസ്റ്റർ എടുക്കാനായിട്ട് ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ ബൂസ്റ്റർ എടുത്തില്ല, 2 ഡോസാണ് എടുത്തത്. അതെടുത്ത് കഴിഞ്ഞപ്പോ ഇങ്ങനെ എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പൊ അറ്റാക്കോട് കൂടിയിട്ടാണ് എല്ലാവരും മരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക എല്ലാവരും. പ്രായമായിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് ചിലപ്പോ 40 വയസ്സിലോട്ട് മാറാം. 75 വയസ്സായിരുന്നു, അതിപ്പോ 40 വയസ്സിലോട്ട് ആയി ചുരുക്കാം. അങ്ങനെയാണ്. ഇപ്പൊ 40 വയസ്സുള്ള ആളുകളൊക്കെയാണ് ഇപ്പൊ അറ്റാക്ക് വന്ന് മരിക്കുന്നത്. നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്കിക്കോളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കണ്ടോ, പ്രസീത് പറഞ്ഞില്ലേ 44 വയസ്സ്, 45 വയസ്സ്, അങ്ങനെയുള്ളവരൊക്കെയാണ് മരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഹാർട്ട് നോക്കുക, കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. കൊളസ്ട്രോളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവരും ഒന്ന് സ്ക്രീൻ ചെയ്തിരിക്കുന്നത് നല്ലതാ. ശരീരത്തിൽ എവിടെയെങ്കിലും ക്ലോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതേ. പെട്ടെന്ന് അറ്റാക്ക് ചെയ്യണോണ്ട് നമുക്കൊന്നും ഒരു സിംറ്റം പോലും ഇല്ല, ഒരു സിഗ്നൽ പോലും കിട്ടുന്നില്ല. മിസ്, ഞാനൊരു ഡോക്ടറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടേ. നമുക്ക് ബ്ലോക്ക് വരുന്നത് പെട്ടെന്നല്ല വരുന്നത്. നമ്മൾ 5 വയസ്സ് 6 വയസ്സ് 10 വയസ്സിൽ നമ്മൾ കഴിക്കുന്ന ആഹാരമില്ലേ, ജങ്ക് ഫുഡുകൾ മറ്റേതൊക്കെ, അതിങ്ങനെ അന്നേരം മുതലേ ഇങ്ങനെ പറ്റിപ്പിടിച്ച് അതങ്ങനെ പോയി കഴിയുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ 30, 25, 15 വയസ്സൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആവുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വരുന്നതല്ലേ ബ്ലോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ അപ്പോഴേ ഉള്ളതാ. അതെ, കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ
അടിഞ്ഞുകൂടി ഫാറ്റ് അടിഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് കേൾക്കുന്നുണ്ടല്ലേ മാം, ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. കുറെ ഇപ്പൊ ആ റീസെന്റ് ആയിട്ട് അത് കേൾക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ജിമ്മില് പോയിട്ടും കാര്യമില്ലാത്തൊരു രീതിയിലാണോ പറയുന്നത് അല്ലെ? പക്ഷെ അതൊക്കെ എന്താണ് കാരണം? അത് ഇൻസ്റ്റയിലൊക്കെ ഓവർ വർക്കൗട്ട് കാണാറുണ്ട്. ചെയ്തില്ലേ, ഓവർ വർക്കൗട്ട് അവരുടെ ബോഡിക്ക് പറ്റത്തില്ല. നമുക്ക് ചെയ്യുന്നതിന് ഒരു അതെ. ഇതുണ്ട്. നമ്മളൊരു സിനിമ സീരിയൽ നടനുണ്ടായിരുന്നു ജിമ്മി വെച്ച് തന്നെ മരിച്ചത്. ഒരു സീരിയൽ നടൻ ആ, കുറെ നാളൊക്കെ മുമ്പ് ജിമ്മി വെച്ചിട്ട് തന്നെ അയാള് മരിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഒരു കാരണമാണ്. പിന്നെ നമ്മൾ ബോഡി ഫിറ്റ് ആണെങ്കിലും എന്തെങ്കിലും കുഴപ്പം കാണും. നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട്, ഉപയോഗിക്കുന്ന ആഹാരങ്ങൾ, എന്തെങ്കിലുമൊക്കെ എടുക്കുന്നതൊക്കെ ഇതൊക്കെ എടുക്കത്തില്ലേ, ഒരു പ്രോട്ടീൻ പൗഡറൊക്കെ, അതിന്റെയൊക്കെ ഇത് കാണുമായിരിക്കും. പക്ഷെ പണ്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ കിളയ്ക്കുകയും കൃഷി ചെയ്യുകയും പിന്നെ നാടൻ ഫുഡും ഒക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അവരെപ്പോഴും 100 വയസ്സ് വരെയുള്ളവരൊക്കെ ജീവിച്ചിരിപ്പല്ലേ, നമ്മുടെ അമ്മൂമ്മമാരൊക്കെ തന്നെ. ഇപ്പോഴും അതെ. അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്റെ അമ്മയ്ക്ക് ഇപ്പോഴും 88 വയസ്സാണ് കേട്ടോ. അപ്പൊ ഇപ്പോഴും അമ്മ നല്ല രീതിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, നല്ലൊരു ആരോഗ്യത്തോട് കൂടിയിട്ട്. മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമ്മളൊക്കെ ആ ടൈമിൽ ഉണ്ടാവോന്ന് തന്നെ അറിയില്ലല്ലേ. നമ്മുടെ ഒന്നും പൊടി പോലും ഉണ്ടാവില്ല ആ സമയമാകുമ്പോഴേക്ക്. അത് തന്നെ, എന്ത് ചെയ്യാനാ. അങ്ങനത്തെ ഒരു ലോകത്തിലോട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. ഇപ്പോഴുള്ള കുട്ടികൾക്കായാലും ഫുഡൊക്കെ കൊടുക്കുന്നത് ശ്രദ്ധിക്കാം. എന്താ പറയാ, ബേക്കറി ഫുഡ് ഐറ്റംസ് ഒക്കെ കുറയ്ക്കാം. നമ്മൾ പഠിച്ചല്ലോ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻസ് ഒക്കെ, അതനുസരിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് കൊടുക്കാനായിട്ട് നോക്കുക. പല ആൾക്കാരും ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ, അത് സൺഡേ അവർ ഫുഡ് ഉണ്ടാക്കൂല. സൺഡേ എല്ലാവർക്കും അവധിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കൂല. പുറത്തുനിന്നാണ് 3 നേരവും ഫുഡ് വാങ്ങിച്ചു കഴിക്കുന്നത്. അപ്പൊ അത് ഒരു മാസത്തിലും 4 ഡേ ഉണ്ടെങ്കിൽ 4 ദിവസം എന്താണ് പുറത്തുനിന്നാണ് ആഹാരം കഴിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫാക്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആവാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാം, കുട്ടികൾക്കൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ നമ്മൾ വീട്ടിലും ഇപ്പം എണ്ണയിൽ വറുത്ത ആഹാരം അധികം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കൊടുക്കരുത് കേട്ടോ. ഓക്കെ, ആവിയിൽ വേവിച്ച ആഹാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. അത് നിങ്ങളും ശീലിക്കാം. മിസ്സേ, നമ്മള് ശ്രദ്ധിച്ചാലും നമ്മളെ ഈ സമൂഹത്തിൽ പറ്റത്തില്ല മിസ്സേ. പുറത്തോട്ട് പിള്ളേർ പോയി കഴിയുമ്പോഴേ അവർക്കിപ്പോ ഒരു അതെ. ഗമയാ. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾ ഇന്നത് കഴിച്ചു, ഞാൻ അൽഫാം കഴിച്ചു, ഞങ്ങൾക്ക് ഇന്നലെ അതായിരുന്നു, പിള്ളേരത് കേട്ടോണ്ടേയിരിക്കും. ഇപ്പൊ എന്റെ മോന്, എനിക്കൊരു മോനേ ഉള്ളൂ, പക്ഷെ അവൻ ഇതുവരെ കുഴിമന്തി കഴിച്ചിട്ടില്ല. ഞാൻ വാങ്ങിക്കാത്തതാ. എന്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല കുഴിമന്തി മേടിക്കുന്നത്, കുഴിമന്തി മേടിക്കുകയായിരുന്നു. അപ്പൊ എനിക്കും ഒരു ആഗ്രഹം എന്തുവാന്ന് അറിയണമല്ലോ എന്ന്. അന്നേരം ഞങ്ങൾ ഒത്തിരി പറഞ്ഞിട്ടും പുള്ളിക്കാരെ പറഞ്ഞു കുഴപ്പമില്ല, ബിരിയാണി വാങ്ങിച്ചാലും വേണ്ട, കുഴിമന്തി ഒന്നും മയോണൈസ് ഒന്നും മേടിക്കണ്ടെന്ന് പറയും. ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ അവന് ഇത്രയും പറയുന്നോണ്ടൊരെണ്ണം മേടിച്ചു കൊടുത്തു. ഇപ്പൊ അതൊരു പാരയായി. ഇപ്പൊ അവനത് വേണം. ഇപ്പൊ അവൻ അത് റിസർച്ച് ചെയ്തിട്ട് ഏതെല്ലാം സൈസിലെ കുഴിമന്തികളുണ്ടെന്നുള്ളത്. അപ്പൊ നമ്മള് അത് കാര്യം സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർ പറയുന്നതാ. ഞാൻ തിങ്കളാഴ്ച ചെല്ലുമ്പോൾ അവർ ചിക്കനും വേറെ, അവരുടെ ടിഫിനകത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ചോറും മറ്റു കാര്യങ്ങളും കൊടുക്കുമ്പോൾ അവരുടെ ടിഫിൻ ബോക്സിൽ വേറെ പല കാര്യങ്ങളുമായിരിക്കും. അപ്പൊ അവർക്ക് അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട്, അപ്പൊ എനിക്ക് മാത്രം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർക്ക് വരുന്നത് അത് നല്ലതല്ലെന്ന് പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. അപ്പൊ നമ്മളല്ല, എല്ലാരും ചിന്തിച്ചെങ്കിലേ ഇത് ശരിയാവത്തുള്ളൂ. ഈ പിള്ളേർക്ക് ചോറ് കൊടുത്ത് വിടുമ്പോഴേ ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ വെച്ച് കഴിപ്പിക്കണം. മറ്റുള്ള പിള്ളേരും കൂടി, പിള്ളേർക്ക് കാണുമ്പോൾ ഒരു കണ്ണിന് കുളിർമയും ആഹാരം കഴിക്കുമ്പോൾ ഇതാവുമ്പം അവർക്കൊരു ഷെയിമായിപ്പം. നമ്മൾ ചിക്കൻ അല്ലെങ്കിൽ വറുത്തത് കൊണ്ടുപോയില്ലെങ്കിൽ, അല്ലെ അൽഫാം കൊണ്ടുപോയില്ലെങ്കിൽ, അങ്ങനെ കൊണ്ടുവരുന്നവർക്ക് ഒരു പവർ, മനസ്സിലായോ? അല്ലാതെ അതെ. കൊണ്ടുപോകുന്നവർക്ക് ഒരു ഇത്. അപ്പൊ അതാവുമ്പം ഈ സ്കൂളുകാർ ശ്രദ്ധിക്കേണ്ടതാ, അങ്ങനെയുള്ള സ്കൂൾ കാര്യങ്ങളുണ്ട്. അതോറിറ്റി നോക്കേണ്ടതാണ്. സ്കൂളിൽ അങ്ങനെ റൂൾസ് കൊണ്ടുവരണം. അപ്പൊ എന്റെ മോനും മോളൊക്കെ പഠിക്കുന്നിടത്ത് ചിക്കൻ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ അങ്ങനെ അവര് നിർബന്ധം പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു കുട്ടികൾ കൊണ്ടുവരണ കാണുമ്പോ ബാക്കിയുള്ള ഒക്കെ ചെറിയ മക്കളല്ലേ, മറ്റുള്ളവരും കൊണ്ടുവരേ. അപ്പൊ വെജിറ്റബിൾസ് മാത്രമേ പറ്റുള്ളൂ എന്ന് അങ്ങനെ ഒരു നിയമം സ്കൂളുകാർ കൊണ്ടുവരണം. പിന്നെ എല്ലാവർക്കും ഒരേ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടാവില്ലല്ലോ. അതെ. അപ്പോ അത് സ്കൂളുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്റെ മോള് പഠിക്കുന്ന സ്കൂളിലൊക്കെ അങ്ങനത്തെ ഒരു നിയമമുണ്ട്. പക്ഷെ എന്നാലും അമ്മമാര് കൊടുത്തുവിടാറുണ്ടെന്നാ പറയുന്നത്. അപ്പൊ അവള് പറയാറുണ്ട്, മമ്മി ഇന്നത് അവര് കൊണ്ടുവന്നു, അപ്പൊ എനിക്കും വേണം. അപ്പൊ അത് പിന്നെ നമ്മളും കൊടുത്തുവിടാനായിട്ട് നിർബന്ധിതരാവണേ. അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പൊ ഇവിടെ ടീച്ചേഴ്സിനെ അങ്ങനെ പറഞ്ഞു. തന്നെ. നമ്മൾ സൺഡേ ചിക്കൻ മേടിക്കുവാണെങ്കിൽ ഇത് മൊത്തം വെച്ചേക്കണം, നാളെ ആവുമ്പോ എനിക്ക് പൊറോട്ടയും കൊണ്ട് പോകാനുള്ള, ഇതെടുക്കരുതെന്ന് അവര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്കൂളിൽ കൊണ്ടുപോയാൽ പറ്റത്തുള്ളൂ. അങ്ങനെ. അവരുടെ പ്രായം അതാണല്ലോ, അങ്ങനെയാണ്. പച്ചക്കറിയൊക്കെ കഴിക്കാട്ടോ. എന്റെ മോൾക്കൊക്കെ ഭയങ്കര മടിയാണ് കഴിക്കാനായിട്ട്. സാമ്പാറൊക്കെ വെച്ചാല് കഴിക്കും, പക്ഷെ മറ്റുള്ള പച്ചക്കറി കൊലത്ത് കാര്യങ്ങളൊന്നും കഴിക്കില്ല, മടിയാണ് കഴിക്കാനായിട്ട്.
എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ? പച്ചക്കറിയൊക്കെ കറി മാത്രമേ എടുക്കുള്ളൂ, അതിന്റെ ചാറ് മാത്രമേ എടുക്കുള്ളൂ, എന്നിട്ട് കഷ്ണമൊക്കെ അവിടെ വെക്കും. അതെ അതന്നെ. കഷ്ണം കഴിക്കണമെങ്കിൽ ചിക്കനോ മീനോ മുട്ടയോ വേണം, അത് അതിന്റെ കഷ്ണം മാത്രമേ കഴിക്കുള്ളൂ. ചിക്കൻ ആണെങ്കിൽ വീട്ടിൽ ഓടിക്കോളും. മീനൊക്കെ അത്ര താല്പര്യമില്ല. മീനും ചെമ്മീനൊക്കെ ഇഷ്ടമല്ലാത്ത. ചെമ്മീനൊക്കെ കഴിക്കാത്ത പിള്ളേരുണ്ടാവില്ല. ഇത് വെച്ച് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കൊടുത്താലും ആൾക്ക് വേണ്ട. അങ്ങനെ. ഓക്കെ, നമുക്കപ്പോ ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്താലോ? ആരാ CBSE? പ്രസീതി ഉണ്ട്, പിന്നെ ആരാ? ഞാനുണ്ട് മാം. ചിക്കു, പിന്നെ ആരുമില്ലേ? പ്രസീതയും ചിക്കു മാത്രമുള്ള? ഞാനുണ്ട് മാം. അനുപ്രിയ. ബാക്കിയുള്ളവരൊക്കെ ഗവൺമെന്റ് സ്കൂളാണോ? മാം എന്റെ മകൻ പ്രൈവറ്റ് സ്കൂളാണ്, പക്ഷെ ഞാനില്ല, ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ. നമുക്കറിയാം അവിടുത്തെ അവസ്ഥ എങ്ങനെയാ എന്താന്നൊക്കെ. ഓക്കെ, അപ്പൊ പ്രൈവറ്റ് ഗവൺമെന്റ് സ്കൂളും CBSE സ്കൂളും കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോളൂ. ആരാ സ്റ്റാർട്ട് ചെയ്യണേ? ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ CBSE സ്കൂള് കുട്ടികൾക്ക് നല്ല ഫ്യൂച്ചർ വേണമെങ്കിൽ, അവർക്ക് നല്ല നോളേജ് വേണമെങ്കിൽ, നല്ല അച്ചടക്കം പഠിക്കണമെങ്കിൽ, കുട്ടികൾക്ക് കെയർ കിട്ടണമെങ്കിൽ, കോമ്പറ്റേറ്റീവ് എക്സാംസ് പാസ് ഔട്ട് ആവണമെങ്കിൽ, പിന്നെ ജനറൽ ആയിട്ടുള്ളതും കൂടാതെ ടെക്സ്റ്റിന്റെ അപ്പുറത്തേക്ക് എന്നല്ല, മീൻസ് വേൾഡ് വൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിലും കുട്ടികൾക്ക് CBSE പഠിക്കുക തന്നെ വേണം. നമ്മൾ സ്റ്റേറ്റ് സിലബസ് പഠിച്ചിട്ട് കാര്യമില്ല. അവർക്ക് പാസ് ഔട്ട് ആവാൻ പറ്റില്ല, കടന്ന് കയറാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ആളായിരിക്കണം, അല്ലെങ്കിൽ ഡിറ്റർമൈൻഡ് ആയിരിക്കണം. ഞാനിത് നേടിയെടുക്കും എന്നുള്ള ആ ഒരു കപ്പാസിറ്റി, ആ ഒരു ചിന്താഗതി ഇല്ലാത്ത ഒരാൾക്ക് ഇങ്ങനത്തെ എക്സാംസ് ഒന്നും CBSEയുടെ സപ്പോർട്ട് കൂടാതെ പാസ് ഔട്ട് ആവാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച കുട്ടികളാണെങ്കിലും അവർ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോയി കഴിഞ്ഞാൽ ഫോളോ ചെയ്യുന്ന CBSE സിലബസ് ആണ്. അപ്പോൾ പിന്നെ അവർ വേസ്റ്റ് ഓഫ് ടൈം ആവശ്യമില്ലല്ലോ. അവർ പഠിക്കുമ്പോൾ തന്നെ അതന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് സമയം ലാഭിക്കാം, അവരുടെ ഗോള് വേഗം അച്ചീവ് ചെയ്യാം. പിന്നെ അത്യാവശ്യം ലാംഗ്വേജ് ഉണ്ടാവും, പിന്നെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അവർ ഓൾറെഡി അവെയർ ആയിരിക്കും. പിന്നെ ഇൻഡിവിജ്വൽ ഒരു ശ്രദ്ധയൊക്കെ കിട്ടും. എന്തായാലും എക്സാം പാസ് ആവണമെങ്കിൽ അവർക്ക് അറിഞ്ഞിരിക്കണം കാര്യങ്ങൾ. ഗവൺമെന്റ് സ്കൂൾ പോലെ വെറുതെ അങ്ങോട്ട് പാസ്സായി പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ CBSE ഒരു സിസ്റ്റം ആണെങ്കിൽ അങ്ങനെ പാസ്സാക്കി വിടില്ല. അപ്പൊ CBSE ആകുമ്പോൾ എങ്ങനെയെങ്കിലും കാണാതെ പഠിച്ചെങ്കിലും കുട്ടികൾ ജയിക്കുമ്പോൾ അവര് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കും CBSE സിലബസ് ആകുമ്പോൾ. അപ്പോൾ നല്ല ഫ്യൂച്ചറിന് CBSE തന്നെയാണ് ബെറ്റർ. ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ല, പോരാ. ഗവൺമെന്റിന് പലതിലുമാണ് ചിന്ത. വെറുതെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പേരിൽ പൈസകളൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലി അവരത് ഇവിടെ പ്രാക്ടിക്കലായിട്ട് ഒന്നും കാണാനില്ല. എല്ലാം പുസ്തകത്തിലും പേപ്പറിലും മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ അതിന്റെ വക്കോ മൂലയോ അങ്ങനെ വെറുതെ ഒരു പ്രഹസനം മാത്രമേ ഉള്ളൂ. റിസൾട്ട് ഇല്ല. ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച മക്കൾക്ക്, സ്വന്തമായിട്ട് അധ്വാനിക്കാത്ത മക്കള് ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിപരമായും പിന്നെ സമൂഹത്തിലും വളരെ പിന്നാക്കം പോകാനുള്ള ചാൻസ് കൂടുതലാണ്, വഴി തെറ്റാനും ചാൻസ് കൂടുതലാണ്. അപ്പൊ മക്കളെ നമുക്ക് സ്കൂള് എല്ലാ കാര്യത്തിനും നമുക്ക് തന്നെ ഇറങ്ങി സംരക്ഷിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ നല്ലൊരു സ്കൂളുകളിലൊക്കെ ചേർത്തിയിട്ട് അവരുടെ ഒരു സപ്പോർട്ടോടും കൂടിയും പോവാനേ പറ്റുള്ളൂ. ഗവൺമെന്റ് ഒക്കെ ആവുമ്പോൾ അവിടെ ടീച്ചേഴ്സിന് ക്ലാസ് റൂമിൽ മാത്രമേ അവരുടെ ഒരു റോളുള്ളൂ. ആ ക്ലാസ് റൂം, ആ സബ്ജക്റ്റ്, അതിനപ്പുറത്തേക്ക് അവരുടെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല. നേരെ മറിച്ച് CBSE ആകുമ്പോൾ നമ്മൾ കൊടുത്ത പൈസക്ക് വേണ്ടിയെങ്കിലും അവർ നമ്മളെ മക്കളെ കെയർ ചെയ്യും. അങ്ങനെ ഒരു ചിന്ത തോന്നിയിട്ടുണ്ട്. പിന്നെ കുറെ ഇതൊക്കെ പ്ലാറ്റ്ഫോമുകളൊക്കെ കുറെ ഓപ്പർച്യൂണിറ്റീസ് പൈസ കൊടുത്തിട്ടാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് കൂടുതലും CBSE സ്കൂളുകാർ കൊണ്ടുവരാറുണ്ട്, അവരുടെ സ്കൂളിന്റെ ഇതിന് വേണ്ടിയിട്ടെങ്കിലും. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റി ഒക്കെ മക്കൾക്ക് കിട്ടാനും പിന്നെ എല്ലാ കുട്ടികൾക്കുള്ള അവസരം CBSE സ്കൂളുകളിൽ നിന്ന് കിട്ടും. ഓരോ കുട്ടി, കാരണം ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ അതില് 1000-10 പേർക്കേ ചാൻസ് ഉള്ളൂ എന്താണെങ്കിലും. പക്ഷെ CBSE സ്കൂളിലാവുമ്പോൾ 100-100 കുട്ടികൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്, കാരണം പൈസ കൊടുത്തതിന്റെ പേരിൽ.
അപ്പോൾ പൈസ കൊടുത്താലും മക്കളുടെ നല്ലൊരു ഭാവിക്ക് CBSE ചേർക്കുക തന്നെയാണ് നല്ലത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച്. നമ്മൾ ഏത് സ്കൂളിൽ പഠിക്കണോന്നുള്ളതിലല്ല കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മീൻസ് അവിടെ നമ്മൾ ഏത് സ്കൂൾ, ഗവൺമെന്റ് സ്കൂളോ CBSE ആയിക്കോട്ടെ, പക്ഷെ പേരൻസും കുട്ടികളും ഒരേപോലെ വിചാരിച്ചാൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ CBSE സ്കൂളിൽ ചേർത്തി, അവിടെ നമ്മൾ നല്ല ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുത്തു. പക്ഷെ നമ്മുടെ കുട്ടി പഠിക്കണില്ല, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയില്ലെങ്കിൽ അതിൽ കാര്യമുണ്ടോ? പക്ഷെ നമ്മൾ ഏത് സ്കൂളിലാണെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ കുട്ടികളെ കൺട്രോൾ ചെയ്യുക, അവരും പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഏത് സ്കൂളിലായാലും അവർക്ക് നല്ല വിജയം കൈവരിക്കാൻ സാധിക്കും. പിന്നെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടും പിന്നെ ആൾക്കാരോട് നന്നായിട്ട് പെരുമാറാനും ഒക്കെ CBSE സ്കൂളിനേക്കാൾ കൂടുതൽ ഗവൺമെന്റ് സ്കൂളിലാണ് അതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഒരുപാട് ഡേയ്സുകൾ, അതൊന്നും CBSE കുട്ടികൾക്ക് അറിയ പോലും ഉണ്ടാവില്ല. അവിടെയൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡേയ്സുകൾ മാത്രമേ അവർ സെലിബ്രേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ ഗവൺമെന്റ് സ്കൂളിലാവുമ്പോൾ ഓരോ ഡേയ്സും എന്താണ്, അതിൽ പോസ്റ്റർ നിർമ്മാണം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അത് വഴിയൊക്കെ അവരുടെ ജനറൽ നോളജ് ഒക്കെ ഇമ്പ്രൂവ് ആവാണ്. പിന്നെ നമ്മുടെ കലോത്സവങ്ങള് CBSE പറഞ്ഞാൽ അവരുടെ സ്കൂൾ ലെവലിൽ പിന്നെ സഹോദയ അങ്ങനെ അവരുടെ കലോത്സവം അവിടെ സ്റ്റോപ്പായി. പക്ഷെ നമുക്ക് ഡിസ്ട്രിക്ട് ലെവൽ ഉണ്ട്, സ്റ്റേറ്റ് ലെവൽ ഉണ്ട്. അങ്ങനെ കുട്ടികളുടെ കഴിവ് നമുക്ക് ഒരുപാട് വളർത്തിയെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഗവൺമെന്റ് സ്കൂളുകളിലാണ്. പിന്നെ LSS USS പറഞ്ഞിട്ടുള്ള സ്കോളർഷിപ്പുകൾ അതൊന്നും CBSE സ്കൂളുകളിൽ ഇല്ല. അപ്പോ CBSE പറഞ്ഞ ആ സിലബസ് ഓറിയന്റഡ് ആണ്. അത് ബൈഹാർട്ട് പഠിച്ചിട്ട് എഴുതാൻ പറ്റുന്ന ഏത് കുട്ടിക്കും അവിടെ ജയിക്കാൻ സാധിക്കും. പക്ഷെ ആ കുട്ടികൾക്ക് എന്താ, കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് അതിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അവർക്ക് അന്തം വിട്ടിരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷെ നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ജനറൽ ആയിട്ട് പഠിക്കുകയാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഏത് തരത്തിൽ തിരിച്ചും മറിച്ചും ചോദിച്ചാലും ഗവൺമെന്റ് സ്കൂളിലുള്ള കുട്ടികൾക്ക് അത് എഴുതാൻ പറ്റും. പക്ഷെ അവർക്ക് CBSE പഠിക്കുന്ന കുട്ടികൾക്ക് വാട്ട് ഈസ് അങ്ങനെ ഡയറക്റ്റ് ചോദിച്ചതിന്റെ ആൻസർ മാത്രമേ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. മിസ്സേ ഗവൺമെന്റ് സ്കൂളിനെ പറ്റിയാണോ നീ പറയണ്ടേ? പറയാലോ. പ്രസീത പറഞ്ഞതിനോട് യാതൊരു യോജിപ്പും എനിക്കില്ല. കാര്യം എന്ന് വെച്ചാല് പണ്ട് നമ്മുടെ തലമുറകളോളം കാലം ഗവൺമെന്റ് സ്കൂൾ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളായിരുന്നു. APJ അബ്ദുൽ കലാം അങ്ങനെയുള്ള പല പല മഹത്തായ വ്യക്തികളും നമുക്കറിയാവുന്നത് ഇവർ ഈ സ്കൂളുകളിൽ പഠിച്ചിട്ടാണ്. അന്നൊന്നും കഞ്ചാവും കള്ളക്കടത്തും ഒന്നുമില്ല. ഇപ്പം ഡിപ്രഷൻ പോലുള്ള മാരകമായ രോഗങ്ങൾ വരുന്നത് തന്നെ ഈ IT ഫീൽഡിലുള്ള ആത്മഹത്യ ടെൻഡൻസി ഒക്കെ വരുന്നത് തന്നെ ഈ CBSE നിലവാരം പുലർത്തുന്നുണ്ടാണ്. അവർക്ക് മറ്റുള്ളവരുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ല, അവർക്ക് ഔട്ട്സൈഡിനെ പറ്റി അറിയത്തില്ല. അവരൊരു പ്രത്യേക ഒരു കൂട്ടിലിട്ട് ഇങ്ങനെ വാർത്തെടുത്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ തുറന്നു വിടുമ്പോഴാണ് അവർ കൂടുതലും വഴിതെറ്റാനുള്ള കാര്യം. ഈ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കറിയാം, കൂടുതലും പിള്ളേർക്കറിയാം തെറ്റും ശരിയും തിരിച്ചറിയാൻ അവർക്കറിയാം. അവരെ കൂടുതലും കൺട്രോൾ ചെയ്യാൻ അത്യാവശ്യം ആളുള്ളതും ഇല്ലാത്തതും ഒരു കുഴപ്പം തന്നെ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അവർക്കറിയാം തെറ്റ് ഏതാ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തെറ്റ്. കൂടുതൽ പിള്ളേർക്ക് അറിയാം, അവർക്ക് രക്ഷപ്പെടാൻ പറ്റും, ഏത് സിറ്റുവേഷനിലും അവർക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പൊ ഒരു തകർച്ച, ഒരാൾ വഴക്ക് പറഞ്ഞ് എന്നാ പിന്നെ എനിക്ക് ഡിപ്രഷൻ അടിച്ചെന്ന് വഴക്ക് പറഞ്ഞ് അങ്ങനെ അങ്ങ് വിഷമിച്ചിരിക്കുക. അവർക്ക് വഴക്കൊക്കെ കേട്ട് അടിയൊക്കെ കൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അവർ വളർന്നു വരുന്നത്. അപ്പൊ അങ്ങനെ ഏത് സ്ഥലത്ത് പോലും ജീവിക്കാൻ പറ്റും. പിന്നെ IQ ലെവല്, അതിപ്പോ നമ്മളെ ഈ ഒരു ഇടയ്ക്കൊരു പത്രത്തിൽ വായിച്ചല്ലോ, ആദിവാസിയായ ഒരാള് കളക്ടർ ആയത് ഒരു പെങ്കൊച്ച്, അത് ഏത് സാഹചര്യത്തിൽ വളർന്നയാ. അപ്പൊ അതിനൊക്കെ നമുക്ക് ബുദ്ധിയുണ്ട്, എല്ലാവർക്കും IQ ലെവലുണ്ട്. നമുക്ക് ഈ ദൈവം വേറെ മാനസികമായിട്ടുള്ള വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ എല്ലാവർക്കും നേടാൻ പറ്റും. അത് ഇപ്പൊ നമ്മൾ എത്രയോ ഈ നമ്മുടെ പറയുന്നത് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ കോവളം ബീച്ചിൽ പോവുകയാണെങ്കിൽ അവിടെ വിൽക്കാനിരിക്കുന്നവരാണ് സൂപ്പറായിട്ട് ഇംഗ്ലീഷ് പറയുന്നത്. കാരണം മലയാളികൾക്ക് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. നമ്മളൊരു ഹിന്ദി സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമുക്കൊന്നും അറിയണ്ട, നമ്മൾ ചെല്ലുവാണെങ്കിൽ അവർ ഹിന്ദി പറയും, നമ്മൾ സൂപ്പറായിട്ട് ഒരു വർഷം നിന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കും. പക്ഷെ നമുക്ക് IQ ലെവൽ നല്ലോണം ഉണ്ട് ആയതുള്ളൂ. പിന്നെ ഈ CBSE എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ്സാണ്. നമ്മൾ ചിന്തിച്ചു നോക്കെ, നമ്മുടെ അടുത്ത് നമ്മുടെ ഒരു ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുപാട്ടത്ത് എത്ര CBSE സ്കൂൾ ഉണ്ടായിരുന്നു? ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? ഇപ്പൊ അവർക്ക് മത്സരമാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും ഞാൻ ഉൾപ്പെടെ ഉള്ളത് നമ്മൾ കഷ്ടപ്പെടുന്നതിനെല്ലാം ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇടുക. ഒന്ന് ചിന്തിച്ചോ, ഒരു കൊച്ച LKG മുതൽ അതിന് +2 വരെ പാസ് ഔട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു കോടി അനുസരിച്ച് തന്നെ കിട്ടും. 50 ലക്ഷം 40 ലക്ഷം രൂപയോളം അത് ആവുന്നുണ്ട്, ആ ഇൻവെസ്റ്റ്മെന്റ് ആവുന്നുണ്ട്. അപ്പൊ പിന്നെയും ഇനി മുന്നോട്ട് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും ഫീസ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ എന്ത് കണ്ടിന്യൂ ചെയ്യുക? ആ ഫീസ് മാറ്റി വേറെ നീ ഒന്ന് ഒറ്റയ്ക്ക് എന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരവിടെ സ്റ്റക്കാവത്തേ ഉള്ളൂ, അവർക്ക് അറിയത്തില്ല. മനസ്സിലായോ? അപ്പം കുറേ കുറ്റങ്ങൾ CBSE ഉണ്ട്. നമ്മളെ സത്യത്തിൽ നമ്മളവരെ മുതലെടുക്കുക.
മലയാളികൾക്ക് എല്ലാവർക്കും ആഗ്രഹം നല്ല എഡ്യൂക്കേഷൻ കിട്ടണം, നല്ല എഡ്യൂക്കേഷൻ കിട്ടണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി മത്സര മേഖലകളിൽ പോവുക. അപ്പൊ അത് നല്ലോണം ചൂഷണം ചെയ്യുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള ചുറ്റുപാട് നമുക്ക് നോക്കിയാൽ അറിയാം എത്ര CBSE സ്കൂൾ പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്. പിന്നെ ഈ ഗവൺമെന്റ് ടീച്ചർമാർ തന്നെ ഇപ്പോഴും എന്താ പറയുന്നത്, ഗവൺമെന്റ് സ്കൂളിലോട്ട് പോകാനാ ശമ്പളം കൂടുതലുണ്ട് അങ്ങോട്ടാ പോകുന്നത്. മറ്റേടത്ത് സാലറി കുറവാണ്. എന്നാലും അവരെ ഇത് സിസ്റ്റം മാറണം. CBSE സത്യം പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഇടപെട്ട് ഈ CBSE സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ഇതിനേക്കാളും നല്ല ഫെസിലിറ്റീസ് കൊടുക്കുക വേണ്ടത് നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ. മനസ്സിലായോ? അദ്ദേഹം LKG മുതലേ പിള്ളേർക്ക് കമ്മ്യൂണിക്കേഷൻ ലെവൽ മുതൽ അവർ ഇത് മുതൽ ആ ട്രെയിനിങ് അതേ രീതി പ്രൊവൈഡ് ചെയ്യുക വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആരും ഈ CBSE പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ മുതലാളിമാരും വരത്തില്ല. ഈ ഒരു ഇതും അപ്പൊ അത് സിസ്റ്റം മാറി വേണ്ടത്. CBSE സ്കൂളിൽ പഠിച്ചുകൊണ്ട് ഒരാൾ അങ്ങ് പെർഫെക്റ്റ് ആവുമെന്നും ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച് ലോക്കൽ ആവുന്നുള്ള ചിന്താഗതി ആദ്യം മാറ്റേണ്ടത്. ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു രമയുടെ ഭാവം കൂടെ, മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്ന, ഇന്ന സ്കൂളിൽ, മോൾ ഏത് സ്കൂളിലാണ്, അവിടെ എന്ത് പറ്റി കൊണ്ടാക്കിയത്, അവിടെ കണ്ടിന്യൂ ചെയ്തുകൂടായിരുന്നോ, എന്ത് പറ്റി? അപ്പൊ അവർക്ക് അതൊരു ഷെയിംലെസ് ആയിട്ടാണ് തോന്നുന്നത് ഇപ്പൊ സൊസൈറ്റിയിലുള്ളത്, ഇന്ന സ്കൂളിലാണ് പഠിക്കുന്നേ പറയാനായിട്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ പിള്ളേർക്കായാലും ഈ CBSE സ്കൂളിലെ പിള്ളേർക്ക് കഴിവുണ്ട്, പക്ഷെ ഒരു സമയം എത്തുമ്പോൾ അവരായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അത് ഇവർക്ക് കളിക്കുകയും ചെയ്യാം പഠിക്കുകയും ചെയ്യാം. ഒരു നമ്മൾ സബ്ജക്റ്റ് പഠിപ്പിക്കുവാണെങ്കിൽ തന്നെ അത് എപ്പോഴായാലും നമുക്കൊരു മോഡൽ മാത്രം അവർ പഠിക്കുന്നത്, അവർ പുറത്തുനിന്ന് കണ്ടെത്തി എഴുതുക. ചുറ്റുപാടുമായിട്ടൊക്കെ അവർ അറിയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തോന്നുള്ളത്. 8 മുതൽ 9, 10 വരെ +2 വരെയുള്ളൂ കാണാതെ പഠിച്ച് അതേ കണക്കാன കാര്യങ്ങൾ വരുന്നത്. 7 വരെ സത്യം പറഞ്ഞാൽ അവർ ഫ്രീയാ, അത്രയും വലിയ ടെൻഷനും പിള്ളേർക്കില്ല കുറച്ചെങ്കിലും. പക്ഷെ ഇച്ചിരിയും കൂടി ഒന്ന് ഗവൺമെന്റ് ഇടപെട്ട് ഒന്ന് ഇതാക്കുവാണെങ്കിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഗവൺമെന്റ് വിദ്യാഭ്യാസം തന്നെ ആയിരിക്കും. നമുക്ക് പേരൻസിന് ഒരു ആശ്വാസമായിരിക്കും. അത് CBSE പഠിച്ചുകൊണ്ട് ഒരാൾ വഴിതെറ്റി പോകുന്നതും CBSE പഠിച്ചോ എല്ലാവരും നല്ലതാണെന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും വഴിതെറ്റണമെങ്കിൽ ആർക്കും വേണമെങ്കിൽ വിചാരിച്ചാൽ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മൾ പൈസ മാത്രം നോക്കിയാൽ പോരല്ലോ, പൈസ വിട്ടിട്ട് എല്ലാത്തിലും മുൻപന്തിയിൽ അവരാണ്. അവർക്ക് അപ്പൊ എന്താണെന്നറിയാമോ, ഫസ്റ്റ് മേടിക്കണം, സെക്കൻഡ് മേടിക്കണം, എനിക്ക് ആ പരീക്ഷ മുന്നേറണം, എങ്ങനെയും അത് എവിടെയെങ്കിലും ഒന്ന് ടോപ്പിൽ താഴെ വരുമ്പോൾ അവർക്ക് മാനസികമായിട്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഈ CBSE പിള്ളേർക്ക്. കാര്യം കൂട്ടുകാർ തന്നെ മത്സരമാണ് ഒരു ഇതുള്ളത് തന്നെ. അവർക്കൊരു അംഗീകരിക്കാൻ ഭയങ്കര പാടാ പിള്ളേർക്കത്. ഒരു റാങ്ക് താഴെ വീഴുമ്പോൾ ചില കൊച്ചുങ്ങൾക്ക് കരയുമായിരുന്നു, അത് താഴത്തെ ക്ലാസ് തന്നെ ആയാലും. അവർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അന്നേരം ഞാനിവിടെ ട്യൂഷൻ പഠിപ്പിക്കുമ്പോഴായാലും ചിലപ്പോൾ 25, 24 എത്തിയപ്പോൾ ചില കൊച്ചുങ്ങൾ കരയുമ്പം ഗവൺമെന്റ് സ്കൂളിലെ പിള്ളേർ ഇതിനാണോ കരയുന്നത്, അപ്പൊ ഞങ്ങളെയൊക്കെ സമ്മതിക്കണമല്ലോ. അപ്പൊ അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊരു, സത്യം പറഞ്ഞാൽ അവർക്ക് അതൊരു ഫ്രീ, അത് കിട്ടിയാൽ കിട്ടും, ജയിച്ചാൽ ജയിക്കും എന്നുള്ളത്, അങ്ങനെയുള്ളൊരു ഇതുണ്ട്. അത് നല്ലതാ വരുന്നത് വെച്ചാൽ ജീവിതമാകുമ്പോൾ അതൊരു നല്ലതാവും. ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരുമ്പം ഇത് ഇത്രയല്ലേ ഉള്ളൂ, നമുക്ക് ഫേസ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടും. ഇപ്പൊ നമ്മൾ നോക്കിയാൽ മതി, IT ഫീൽഡിൽ എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. അവർ ഡിപ്രഷൻ്റെ അങ്ങേ അറ്റവാ. എന്ന് വെച്ചാൽ വൈഫും ഹസ്ബൻഡും ആ ഫീൽഡിൽ തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ചെറുപ്പത്തിലേ ഉള്ള ഒരു ശീലങ്ങളുടെ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അല്ലാതെ വിദ്യാഭ്യാസം CBSE കൊണ്ട് മാത്രം നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല എന്നാ എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഫുൾ ആൻഡ് ഫുൾ ഗവൺമെന്റ് സ്കൂളിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. PG വരെ എൻട്രൻസ് എഴുതി, എല്ലാം എഴുതി, അങ്ങനെ എഴുതി കിട്ടിയ ഒരാളാണ്. സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം. ടീച്ചേഴ്സ് നല്ല ഗൈഡായിരുന്നു. അന്നത്തെ ടീച്ചേഴ്സിന്റെ നിലവാരവും ശ്രദ്ധയും ഇപ്പൊ തട്ടിച്ചു നോക്കുമ്പോൾ വളരെ കുറവുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു. ഇപ്പോഴത്തെ അറ്റ് പ്രസന്റ് കണ്ടീഷനിലുള്ള ഒരു ഡിബേറ്റിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലാണ് ഞാൻ സംസാരിക്കുന്നത്. കുറച്ച് മുമ്പത്തെയോ അങ്ങനത്തെ അല്ല. ഇപ്പോ കോമ്പറ്റേറ്റീവ് എക്സാംസ് വരുമ്പോൾ നമ്മൾ പിന്നാക്കം പോവുകയാണ്. ഇതിപ്പം നിങ്ങൾ പറഞ്ഞ എന്താണ്, നമ്മളുടെ കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ പാരൻസിന്റെ കയ്യിലായിരിക്കുന്നത്. പാരൻസ് ആണ് അവരെ പ്രഷർ ചെയ്യുന്നതും പുള്ള് ചെയ്യുന്നതും. നമ്മൾ പാരൻസ് ഓക്കെയാണ്, മക്കൾ പഠിച്ചാൽ മതി, നീ നോളേജ് മാത്രം ഗെയിൻ ചെയ്യും, എനിക്ക് മാർക്ക് ഷീറ്റിലെ മാർക്ക് എനിക്കൊരു വിഷയമല്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ മക്കളെ പഠിപ്പിക്കാറ്. പക്ഷെ മുഴുവനും പഠിപ്പിക്കും. എഴുതുന്നത് എഴുത്, കിട്ടുന്നത് മതി, പോകുന്നത് പോട്ടെ, ഫസ്റ്റോ സെക്കൻഡോ തേർഡോ, നീ ഫുള്ളായിട്ട് പഠിച്ചെങ്കിൽ മാർക്ക് അവിടെ വീഴും, അതിലൊരു നോ ഇഷ്യൂ. മാർക്ക് തെറ്റിയോ, നോ ഇഷ്യൂ. അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടത് പാരൻസിന്റെ കടമയാണ്. പാരൻസ് ശ്രദ്ധിക്കാതെ, സ്കൂളൊന്നും ശ്രദ്ധയില്ലാതെ വരുമ്പോൾ കുട്ടികൾ എന്തായാലും വഴിതെറ്റും. അതിപ്പോൾ CBSE പഠിച്ചത് കൊണ്ട് നന്നാവും എന്നുള്ളൊരു അതിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് സൊസൈറ്റിയുടെ ഒരു കയ്യിലാണ് കിടക്കുന്നത്. കുട്ടികൾ കോൺഫിഡൻ്റ് ആവുന്നതും കോമ്പറ്റീറ്റീവ് ആവുന്നതും നോളേജ് ഗെയിനിങ് ഉള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ പറയുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടേണ്ടത് നോളേജും പിന്നെ സോഷ്യൽ അവയർനെസ്സും ഒക്കെ തന്നെയാണ്. ഇപ്പൊ CBSE സ്കൂളിൽ വേറെ തരം മനുഷ്യന്മാരൊന്നുമില്ല, അവിടെയും മനുഷ്യന്മാരാണ്, ഹ്യൂമൻ ബീങ്സ് ആണ്.
ഒരേ മക്കൾ തന്നെയാണ് ഈ CBSE ആയാലും ഗവൺമെന്റിലായാലും. കുട്ടികൾക്ക് കിട്ടേണ്ടത് ആ കിട്ടേണ്ട പ്രായത്തിൽ കിട്ടണം. എപ്പോഴെങ്കിലും കിട്ടിയിട്ട് അവര് പിന്നാക്കം പോയിട്ട് പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ഓടിപ്പടയുക, പിന്നാക്കം തള്ളപ്പെടുക, ആ ഒരു സിറ്റുവേഷൻ മക്കൾക്ക് നമ്മളായിട്ട് കൊടുക്കരുത്. സോ എവിടെയാണോ ബെറ്റർ, എന്താണോ കുറച്ച് മിനിമം എഫേർട്ട് കൊണ്ട് മാക്സിമം റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അത് ചൂസ് ചെയ്യണം ബെറ്റർ. നമ്മൾ വാശിയും പിടിച്ചിട്ട് ഇത് കൾച്ചർ അങ്ങനെ ആവും, കുട്ടികൾ എന്താണ് ഒരു കൂട്ടിലടച്ച കിളികളാണെന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കണതാണ്. ഞാൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എവിടെയാണോ ബെറ്റർ, എന്താണോ കൊടുക്കേണ്ടത് അറ്റ് ദ മൊമെന്റ്, അത് നമ്മൾ ചൂസ് ചെയ്യണം. അല്ലാതെ നമ്മൾ പഴംപുരാണം കെട്ടിപ്പിടിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ശരിക്കും ഗവൺമെന്റ് ആ ഒരു നടപടി എടുക്കട്ടെ, കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, അപ്പൊ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് മക്കളെ വിടും. ആരും തയ്യാറല്ല. അവർക്ക് അഴിമതിയും അവർക്ക് വെറുതെ പ്രഹസനവും മാത്രമേ, ലേബലും മാത്രമേ ഉള്ളൂ. മക്കൾക്ക് റിസൾട്ട് ഇല്ല. CBSE പഠിച്ച മക്കൾക്ക് തന്നെയാണ് ജോലി. അതൊരു സംശയം. മിക്കവാറും അവിടെ പഠിച്ച 100-ൽ 80 അവര് രക്ഷപ്പെടുന്നുണ്ട്. ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച കുട്ടികൾ സ്ട്രഗിൾ ചെയ്യാണ്. എവിടെയും കയറി പറ്റാതെ ഒരു PSCയും പിടിച്ച് കുറേ കാലം ഇരിക്കും. പിന്നെ വേറെ എന്തെങ്കിലും തട്ടിമുട്ടി വല്ല സ്കിൽ കോഴ്സുകളും ചെയ്ത് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ. എന്തിനാണ്? നല്ല കഴിവുള്ള മക്കളാണെങ്കിൽ നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ ചേർക്കാം. ഗവൺമെന്റ് ആ ഒരു ഇത് പ്രൊവൈഡ് ചെയ്യാൻ അവര് ആ ഒരു അത് തരട്ടെ, നമുക്ക് ആ ഒരു അഷ്യൂരിറ്റി തരികയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റിനെ തന്നെ പിന്തുടരാം. അവരത് അവിടെ ലാക്കിംഗ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധിതരാവുകയാണ് മക്കൾക്ക് നല്ലത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയായാലും മക്കള് മനുഷ്യർ തന്നെയാണ്. CBSE ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും സിലബസിലൊന്നും അല്ല കാര്യം. സിലബസിലല്ല കാര്യം. എവിടെയാണ് അത് പ്രോപ്പറായിട്ട് കൊടുക്കപ്പെടുന്നത് അവിടെ ചൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് സിലബസ് ഗവൺമെന്റിലും CBSEയിലും പഠിക്കുന്ന കാര്യങ്ങൾ സെയിം തന്നെയാണ്. ഒരേ കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. ഇവർ കുറച്ച് ബ്രീഫായിട്ട് പഠിക്കുന്നു, അവർ എലോബറേറ്റ് ആയിട്ട് പഠിക്കുന്നു. നമ്മൾ CBSE കുട്ടികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ബാക്ക്ഗ്രൗണ്ട് എക്സസ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അവിടെ നോളേജിനൊരു പ്രശ്നമില്ല. നല്ല ക്യാപ്സ്യൂളായിട്ട് കറക്റ്റായിട്ട് ടു ദ പോയിന്റ് ആണ് CBSE സിലബസ്. ഗവൺമെന്റ് പറഞ്ഞ് വാല്യൂ വരച്ച ഒരു പുസ്തകം നിറച്ച് കുറെ കണ്ടന്റ് ഉണ്ടാവും. കുട്ടിക്ക് എന്താ പഠിച്ചത്, എന്താ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ഒഴികെ ബാക്കിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോഴും കുട്ടികൾ നട്ടം തിരിയാണ്. വെറുതെ കണ്ടൊക്കെ വാരി വലിച്ച്. ഹിസ്റ്ററി ഒക്കെ പഠിക്കണം ആവശ്യത്തിന്, പക്ഷെ എന്താ പഠിക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നില്ല അവിടെ. കുട്ടികൾ ഒരു കടലിൽ വിട്ട പോലെയാ. ഇപ്പത്തെ ഞാൻ കണ്ടതാ, +2 ടെക്സ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ശാസ്ത്രജ്ഞൻ ആദ്യം ലാബിൽ കയറിയത് തൊട്ട് ലാബിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് വരെ കാര്യങ്ങളാണ് ആ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്? ആ കുട്ടികൾക്ക് എന്നിട്ട് കണ്ടന്റ് കിട്ടുന്നില്ല. അപ്പൊ എന്ത് കണ്ടന്റ് കിട്ടാൻ വീണ്ടും പോയിട്ട് നെറ്റിൽ സെർച്ച് ചെയ്യാണ്. പോയിട്ട് CBSE കുട്ടികളുടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസും അവരെ ബൂസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ യൂട്യൂബേഴ്സിന്റെ ഇതിന്റെ പിന്നിലുമാണ്. ലാപ്ടോപ്പും പിടിച്ചിരിക്കുക ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ. അവർക്ക് കണ്ടന്റ് കിട്ടുന്നില്ല, ആരും ഗൈഡ് ചെയ്യാനില്ല. ടീച്ചേഴ്സ് ചോദിച്ചാൽ അത് പോയിട്ട് പ്രവർത്തനം ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ കുട്ടികള് സപ്പോർട്ട് ചെയ്യാനില്ലാത്തവരുടെ കാര്യം കട്ടപ്പുകയാണ്. വെറുതെ പാസ് ഔട്ടായി പോകുന്നേ ഉള്ളൂ. കുട്ടികൾക്ക് ഗൈഡൻസ് പോരാ. CBSE ആവുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ആ കൊടുത്ത പൈസക്ക് ആ ഒരു അഷ്യൂരിറ്റി മാത്രമേ നമുക്ക് ഇപ്പൊ എല്ലാം ബിസിനസ്സാണ്. ഈവൻ ഇപ്പൊ ട്യൂഷൻ ക്ലാസ് വെച്ചിട്ട് അടിയാണ് ഇവിടെ ഓൺലൈനിൽ. ഫേസ്ബുക്ക് ഒരു ആപ്പുകളും തുറക്കാൻ വഴിയില്ല. ആകെ കുട്ടിക്ക് മൊബൈൽ അഡിക്ഷൻ ആണോ, എല്ലാം ഇത് ഇങ്ങനെ തന്നെ ഫുൾ ബിസിനസ്സാണ്. എല്ലാവരും എന്താ ഒരു പണിയില്ലാത്തവരാണ് ഇങ്ങനെ പോണ്ടി വരുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും പേര് ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ടി വരുന്നു? പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും അവർക്ക് ഓപ്പർച്യൂണിറ്റീസും കുറവാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് വരുന്നത്. അത് ഗവൺമെന്റിന്റെ പോരായ്കയാണ്. അവര് ശരിയാവട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഗവൺമെന്റ് സ്കൂളിലേക്ക് വിടേണ്ടത്. അന്ന് നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അന്ന് ഞങ്ങൾക്കൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇതിന്റെ ടോപ്പിലെത്തിയെന്ന് അന്ന് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ എങ്കിലും നമുക്ക് ഗവൺമെന്റ് സ്കൂളുകളിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റിക്ക് ഭയങ്കര നന്ദിയുണ്ട്. അന്ന് കിട്ടിയിരുന്നു, കറക്റ്റ് ആയിരുന്നു അന്നത്തെ സിസ്റ്റം. ഇന്നത്തെ എന്തൊക്കെയോ എവിടേക്കോ ഫോൾട്ടാണ്. അവരെന്നെ CBSEനെ പ്രൊമോട്ട് ചെയ്യാണ്. പറയും ഗവൺമെന്റ് സ്കൂളിൽ ചേർക്കും എന്നൊക്കെ, എന്നിട്ട് മറ്റേതാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അവരെന്നെ വരില്ലേ? എന്തുകൊണ്ട് ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ല? അവർക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല കാര്യങ്ങൾ? ചെയ്യട്ടെ, അപ്പൊ നമ്മൾ ചേർക്കും. ഞാനൊരു കാര്യം പറയട്ടെ മിസ്സേ. ഇപ്പോ ഉണ്ണിമായ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ CBSE സ്കൂളുകൾ കൂടുതൽ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാ?
നമുക്ക് ഇത്രയും നന്നായിട്ട് അറിയാം ഗവൺമെന്റിന്. ഞാൻ പറയുന്നു ഗവൺമെന്റിലായാലും CBSE-യിലായിട്ടുണ്ടെങ്കിലും പഠിക്കണ കുട്ടികൾ എവിടെയായാലും പഠിക്കും, ചീത്താവേണ്ടവർ എവിടെയായാലും ചീത്താവും. ഓക്കെ, പക്ഷെ CBSE സ്കൂളുകൾ ഇപ്പൊ കൂടുതലായിട്ട് വരുന്നത്. ഇപ്പൊ കുറെ പേര് ഇങ്ങനെ എന്താ ഗവൺമെന്റ് സ്കൂളിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ കൂടുതൽ പേര് ഇപ്പൊ എവിടെയാ ചേർക്കണ കുട്ടികളെ? CBSE സ്കൂള്. അതും ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവരുടെ മക്കൾ തന്നെയാണ് ഇപ്പൊ CBSE സ്കൂളിലൊക്കെ വിടുന്നത്. അതെന്തുകൊണ്ടാണ്? കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാനും അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കില്ല നമ്മൾ CBSE-യിൽ ഇത്രയും കാശ് കൊടുത്തിട്ടൊക്കെ വിടുന്നത്. നമ്മുടെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഗമ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ലാംഗ്വേജ്. ഇപ്പൊ ഗവൺമെന്റിൽ ഞാൻ കുറ്റം പറയണല്ല. ഇപ്പൊ ഇപ്പൊ അടിസ്ഥാനമില്ല നമുക്ക്. ഇപ്പൊ ലാംഗ്വേജിൽ ഒരു അടിസ്ഥാനമില്ല. അപ്പൊ നമ്മുടെ കുട്ടികൾ കുറച്ചും കൂടി നന്നാവണം എന്ന് വിചാരിച്ചിട്ടാണ് CBSE സ്കൂളിൽ വിടുന്നത്. ഇപ്പൊ അതേപോലെ കലോത്സവത്തിന്റെ കാര്യം പറഞ്ഞു. ശരിയാണ്, കുട്ടികൾ കലോത്സവത്തിന് പോണതും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അവര് അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് എത്രയോ പൈസ കൊടുത്തിട്ടാണ്. അതെന്നാലും എല്ലാ കുട്ടികൾക്കും ശരിയാവണുണ്ട? അവിടെയും കാശിന്റെ അഴിമതി നടക്കണില്ലേ? അവിടെയും കാശിന്റെ അഴിമതി നടക്കുന്നുണ്ട്. അപ്പൊ കാശുള്ളവർക്ക് എവിടെയും സ്ഥാനമുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഈ ഗവൺമെന്റ് സ്കൂളില് ഇപ്പോ പറഞ്ഞു ശരിയാണ്, CBSE സ്കൂളിനെ പോലെ സിസ്റ്റത്തിൽ നല്ല രീതിക്ക് അവർ പഠിപ്പിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് സ്കൂൾ മുന്നിലെത്തും. പക്ഷേ അതിനാരും മുതിരണില്ല ശരിക്കും. ഇപ്പൊ ഈ പറഞ്ഞോട്ട് ഇപ്പൊ ഓൾ പാസും ഇപ്പൊ ഒരിടയ്ക്ക് ഫുൾ A+ഉം ശരിയായിരിക്കും, കുട്ടികൾ പഠിക്കണുണ്ടോ നല്ല. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇതിനൊക്കെയാണ് മാർക്ക്. ഇതിപ്പോ എല്ലാ കുട്ടികളും നല്ല ഹയസ്റ്റ് മാർക്ക് കിട്ടുന്നതുകൊണ്ട് ഇപ്പൊ എവിടെ കോളേജിലും ഇല്ല, +2-നും ഇല്ല. ഈ 10th ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ഒരേ മാർക്ക്. അത് ചിലപ്പോൾ എഴുതണുണ്ടോ എന്താണെന്ന് അറിയില്ല. പണ്ടൊക്കെ കറക്റ്റ് ഇരുന്നില്ലേ മാർക്കൊക്കെ കിട്ടുന്നിരുന്നത്. ഇപ്പോ ഓൾ പാസ് പോലെയാണ്. എല്ലാവർക്കും 10+ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വില ഇല്ലാണ്ടായി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നോക്കണേ, അവര് പഠിച്ചിട്ടാവും എഴുതണ്ടാവാ. എന്നാലും പിന്നെ കുറച്ച് എനിക്ക് CBSE സ്കൂളിലും ചീത്താവണൊരു പോണുണ്ട്. എന്നാലും കുറച്ചും കൂടെ അച്ചടക്കമൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രല്ല, ഒരു കെയറിങ് ഉണ്ടാവും. ഇപ്പൊ കാശ് കൊടുക്കണോണ്ടായിരിക്കും, എന്നാലും കെയറിങ് ഉണ്ടാവും. മറ്റോടത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പോണതും അറിയണില്ല, വരുന്നതും അറിയണില്ല, എന്താ കഴിക്കണേന്ന് പോലും അറിയണില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ലേ. പിന്നെ ഇപ്പൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, ബാത്റൂം ആയാലും ടോയ്ലറ്റ്സ് ആയാലും ഇവിടൊക്കെ എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും. അവിടൊക്കെ ഇപ്പൊ കുട്ടികൾ കുട്ടികൾ തന്നെ ആയിരിക്കും നശിപ്പിക്കുന്നുണ്ടാവാ ഗവൺമെന്റ് സ്കൂളിലൊക്കെ. പക്ഷെ ഇവിടൊക്കെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അതൊക്കെ ഈ കാശ് കൊടുക്കണതിന്റെ ഇത് തന്നെ ആയിരിക്കും. എന്നാലും CBSE ആണ് എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. ഇപ്പൊ ഗവൺമെന്റ് അവര് നന്നായിട്ട് നല്ല രീതിക്ക് അവർ കൊണ്ടുവരികയാണെങ്കിൽ ഗവൺമെന്റ് മുന്നേറും. പക്ഷെ അത് അവര് കൊണ്ടുവരുന്നില്ല. ഇവിടെ സിലബസിന്റെ പ്രശ്നമല്ല കൂടുതലും, അവരെ എങ്ങനെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് നടത്തുന്നു, നമുക്ക് എത്ര ഒരു അഷ്യൂരിറ്റി ഉണ്ട് അയച്ച കുട്ടികളെ, അവിടെയാണ് ഈ പാരന്റ്സ് നോക്കുന്നത്. സത്യത്തില് പഠിക്കുന്ന സംഭവം 10ാം ക്ലാസ് 2 പേരും പഠിച്ചിറങ്ങുന്നത് ഒരേ സംഭവം തന്നെയാണ്. ആരും കൂടുതലും കുറവൊന്നും പഠിക്കുന്നില്ല. പാറ്റേണുകൾ ഡിഫറൻസ് ഉണ്ടെങ്കിലും നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു ഇതാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിപ്പോ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണമെങ്കിലും ചീത്ത ഇതുള്ളവിടെ നമ്മൾ ബുക്ക് ചെയ്യില്ലല്ലോ. നമുക്ക് അത്യാവശ്യം അവിടെ ഒന്ന് ഇരുന്ന് പോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയർ വേണ്ടേ. അറ്റ്മോസ്ഫിയർ ആണ് ഇവിടുത്തെ പ്രശ്നം. സിലബസ് ഒന്നും ആരും നോക്കുന്നില്ല, രണ്ടിടത്തും പഠിക്കുന്നുണ്ട്. അറ്റ്മോസ്ഫിയർ ആണ് ഇവിടുത്തെ പ്രശ്നം. സ്കൂൾ മെയിൻ്റനൻസ് ഗവൺമെന്റ് പിറകിലാണ് മെയിൻ്റനൻസിന്റെ കാര്യത്തിൽ. അവിടെയാണ് ഇവിടുത്തെ ഇഷ്യൂ. ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഈ CBSE ആകുമ്പോൾ ഈ ക്യാഷിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഈ പൈസ ഇല്ലാത്തവരെങ്ങനെ പഠിക്കും? അവർക്ക് ഈ പറഞ്ഞ സുരക്ഷിതത്വം വേണ്ടേ? അവർക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് മുന്നേറണ്ടേ? അവർക്ക് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണ്ടേ? അപ്പൊ അതിനൊക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ടത് ഈ ഗവൺമെന്റിന്റെ സിസ്റ്റം മാറ്റുക എന്നുള്ളതാണ്. നമ്മളെ ഈ മന്ത്രിമാരുടെ കൊച്ചുമക്കൾ വരെ സഹിതം ഏതെല്ലാം രാജ്യങ്ങളിൽ ഈ നമ്മുടെ നാട്ടിൽ തന്നെ ആണെങ്കിലും വലിയ വലിയ സ്കൂളുകളിലായിരിക്കും പഠിക്കുന്നത്. ഇപ്പൊ ഏതൊരു പ്രസ്ഥാനത്തിൽ കയറുന്നതായാലും, അതായത് ഗവൺമെന്റ് സ്കൂളിൽ ഗവൺമെന്റ് സർവീസിലുള്ള എല്ലാവരുടെ മക്കളെയും അല്ലാത്തവർക്ക് പണിഷ്മെന്റ് കൊടുക്കുക. അങ്ങനെ കുറെ സിസ്റ്റങ്ങൾ വന്നിട്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കുക. ഇപ്പൊ ഞാനൊരു മന്ത്രിയാ, എൻ്റെ ഒരു മോൻ ഈ സ്കൂളിൽ പഠിക്കുക, തീർച്ചയായിട്ടും അവിടെ നല്ല ഫെസിലിറ്റീസ് വരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. അപ്പൊ അത് കണക്കെ എല്ലാവരും ഒന്ന് ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇറങ്ങുവാണെങ്കിൽ CBSE പോലുള്ള സംരംഭങ്ങളാണ് ഇല്ലാതാക്കാവുന്നേ ഉള്ളൂ. ഇത്രയും പൈസ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. നല്ല വിദ്യാഭ്യാസം ഈ ലോകത്തെ അപേക്ഷിച്ച് എല്ലാവർക്കും അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഐക്യമുള്ള മലയാളി പിള്ളേർക്കുണ്ട്.
അപ്പൊ അതിന് അവർക്ക് നല്ലതായ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അങ്ങനെ വേറെ വേറെ മേഖലകളിലേക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അത് കുറെ പൈസ കൊണ്ട് ഇൻവെസ്റ്റ്, എന്റെ മോന് CBSE പഠിക്കുക എങ്കിലും ഞാൻ പറയുക നമ്മുടെ സിസ്റ്റം ആണ് മാറേണ്ടത്. അല്ല നമ്മൾ CBSE ഗവൺമെന്റ് നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഈ ഗവൺമെന്റിന്റെ സിസ്റ്റം തന്നെ മാറ്റണം. പ്രത്യേകിച്ച് ഗവൺമെന്റ് എംപ്ലോയീസിന് ആർക്കായാലും ഗവൺമെന്റ് ജോലി കിട്ടുമ്പോൾ ഒരു ഇതേ ഉള്ളൂ, പിന്നെ ഒരു റെസ്റ്റ് എടുക്കുവാണ്. സ്കൂളുകളിലായാലും അത് സംഭവിക്കുന്നത്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയോ ടെസ്റ്റുകൾ എഴുതിയിട്ടാണ് ഈ ഒരു ഗവൺമെന്റ് ടീച്ചറായിട്ട് കയറുന്നത്. എന്തുമാത്രം അവർ പഠിച്ചിട്ടാണ് കയറുന്നത്. പക്ഷെ അവരാ പഠിച്ചതിന്റെ ഒരു ശതമാനം കൂടി അവരാ പഠിപ്പിക്കലി കാണിക്കത്തില്ല. കാരണം എന്താ, അവർക്കറിയാം മാസം ആകുമ്പോൾ ശമ്പളം കിട്ടുന്നുള്ളത്. അപ്പൊ CBSE പ്രൊമോട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. മറിച്ച് ഗവൺമെന്റ് സ്കൂളിലേക്കും കൂടി നല്ല നിലവാരങ്ങൾ പുലർത്തുക. കാരണം പൈസ ഇല്ലാത്തവർക്കും പഠിക്കണം. നമുക്ക് പൈസ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, കുറച്ച് ക്യാഷ് ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കൾക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മളിപ്പോ ഇനി അങ്ങനെ ചിന്തിക്കുന്നത്, ഇനി നമ്മുടെ മക്കൾക്കൊന്നും ഈ ഗവൺമെന്റ് ജോലി എല്ലാവർക്കും കിട്ടുമെന്ന് അറിയത്തില്ല. എല്ലാവരും ഇപ്പം വേറെ വേറെ നാട്ടിലോട്ട് പോവുക. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ലാംഗ്വേജ് പഠിക്കണം. അപ്പൊ നമ്മുടെ നാട്ടിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല. നമ്മുടെ എത്ര ടീച്ചർമാർക്കുണ്ട് +2 വരെ പഠിപ്പിക്കുന്നവർക്ക് നല്ല സൂപ്പറായിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നത്? എത്ര ടീച്ചർമാർക്കുണ്ട്? ആർക്കും ഇല്ല. അവർ ടീച്ചറാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ തന്നെ ടീച്ചർമാരായിട്ട് പഠിക്കുവാണല്ലോ, നമുക്ക് എത്ര കോൺഫിഡൻസോടുകൂടി ഇംഗ്ലീഷ് പറയാൻ പറ്റും? എനിക്ക് കഴിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, തിരിച്ചു പറയാമെങ്കിൽ ഞാൻ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഒരു ഭയങ്കര പറയുമ്പോൾ നമുക്കൊരു ഭയം വരും ഉള്ളിന്ന്. നമുക്കറിയാമെങ്കിൽ കൂടി നമുക്ക് പേടി വരും. പക്ഷെ അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് നമ്മുടെ എന്താ കുഞ്ഞുനാളിൽ കിട്ടിയിരുന്നെങ്കിൽ നമ്മളെ അറച്ചു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ ഈ സിസ്റ്റം ആണ് മാറേണ്ടത്. അല്ലാതെ CBSE പഠിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ഇതിന് പിന്നിൽ വലിയൊരു ബിസിനസ് ഉണ്ട്, ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ആ സ്കൂളുകളിൽ ഇപ്പൊ നമ്മുടെ സ്കൂളുകളിൽ ഈ ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചർമാർ കയറി റെസ്റ്റ് എടുക്കുന്നത് എന്താ? അവരെ നോക്കാനും വഴക്ക് പറയാനും ശ്രദ്ധിക്കാനും ഇത് എത്ര പോർഷൻ കവർ ചെയ്തെന്നും അതിനെത്ര ടെസ്റ്റ് പേപ്പർ ഇട്ടെന്നും അതിനെത്ര മാർക്ക് കിട്ടിയെന്നും അതൊക്കെ പിന്നിൽ അന്വേഷിക്കാൻ ആരുമില്ല. പക്ഷേ പ്രൈവറ്റ് സ്കൂളിൽ പോകുമ്പം ഒരു ടീച്ചർ റെസ്റ്റ് എടുക്കുവാണെങ്കിൽ, അല്ല അവരുടെ ക്ലാസ് ടീച്ചർ മോശമാണെങ്കിലും ഒരു പേരന്റ് വിളിക്കുവാണെങ്കിൽ അവർക്ക് അതിനുള്ള പ്രഷർ ഉണ്ട്. അതുകൊണ്ട് അവരവരുടെ മാക്സിമം ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ഗവൺമെന്റ് സ്കൂളിൽ അങ്ങനെ ഇല്ല. അപ്പൊ അത് സിസ്റ്റമാണ് ആദ്യം മാറേണ്ടത്. നമ്മൾ പറയത്തില്ലേ ഗവൺമെന്റ് ജോലി കിട്ടുന്നവരുള്ള ഒരു കഷ്ടപ്പാടേ ഉള്ളൂ, അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാവുന്നു. അത് നമ്മളെല്ലാരും കേട്ട് വരുന്നതാ. നമ്മളത് കേട്ട് ശീലിച്ചു, നമുക്കത് ഇനി മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ കേൾക്കുന്നതല്ലേ നമ്മൾ പഠിക്കുന്നത്. അത് മാറ്റേണ്ടത് ഈ ഗവൺമെന്റ്, അതായത് നമ്മുടെ ഈ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക്. നമ്മുടെ നാട്ടിൽ ഇപ്പം തമിഴ്നാടാണെങ്കിൽ ആ ഡിസ്ട്രിക്റ്റ് ഉള്ളവരെല്ലാവരും ആ സ്കൂളുകളിൽ പഠിപ്പിക്കുക. ഗവൺമെന്റ് കേരളത്തിലാണെങ്കിൽ കേരള ഗവൺമെന്റ് സ്കൂളിൽ മാത്രം പ്രയോറിറ്റി കൊടുക്കുക. ഇന്ന കുട്ടികൾക്ക് ഇത്ര മാർക്ക് അഡീഷണൽ കൊടുക്കുക. ജോലിക്ക് ഗവൺമെന്റ് സിസ്റ്റത്തിൽ കയറുമ്പം അവർക്ക് അഡീഷണൽ പ്രിവിലേജ് കൊടുക്കുക. അങ്ങനെ അങ്ങനെ വരുമ്പം ഓട്ടോമാറ്റിക് ആയിട്ടും നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം കിട്ടും, നമ്മുടെ നാടും രക്ഷപ്പെടും. നമുക്ക് ഇത്രയും ടെൻഷനും ഇല്ല ഫീസിന്റെ കാര്യത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? അതാ പറഞ്ഞതല്ല. CBSE പഠിക്കുന്നതുകൊണ്ട് അവിടെ കുറെ ആൾക്കാർക്ക് ജോലിയുണ്ട്, കുറെ പേര് അതുകൊണ്ട് കുടുംബം നോക്കുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷെ അതിന് പിന്നിൽ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ കൂടി അറിയാതെ ക്യാൻസർ പോലെ ഇങ്ങനെ നമ്മളിങ്ങനെ ചൂഴ്ന്നുകൊണ്ടിരിക്കുക, ഓരോന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ ഫീസിന്റെ കാര്യമായാലും അതായാലും. പിന്നെ കുട്ടികൾക്കും ആവശ്യത്തിൽ കൂടുതൽ പ്രഷർ കൊടുക്കുന്നുണ്ട്. അവർക്കും ഓവർലോഡ് തന്നെയാണ് പഠിക്കുന്ന കാര്യത്തിലും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതെന്ന് പറഞ്ഞ് ഒരു കുട്ടിക്ക് ഒരു തരത്തിലുള്ളതും എടുത്തില്ല. കാരണം ഫെസിലിറ്റീസ് മാറിയാൽ മതി. നമ്മുടെ അവകാശമാണ് നമുക്ക് വേണ്ടത്. നമ്മളത് നേടിയെടുക്കുക വേണ്ടത്. അല്ല നമ്മൾ നേരെ ആ അവകാശം മൊത്തം ഒഴിവാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ചെന്ന് എന്ത് ചെയ്യുക, CBSEയിലോട്ട് ചെയ്താൽ കയറി കൊടുക്കുക. പക്ഷെ ഇലക്ഷൻ പോലുള്ള സംരംഭങ്ങൾ വരുമ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുവാണെങ്കിൽ ഓരോരുത്തരും ചോദിച്ച് ഓരോന്നും ആവശ്യപ്പെട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇന്നത് നടത്താൻ പറഞ്ഞു, ഞങ്ങളുടെ സ്കൂളുകളിൽ ഇതുണ്ടോ, ഞങ്ങളുടെ സ്കൂളിൽ ബാത്റൂം ഉണ്ടോ, ഞങ്ങളുടെ സ്കൂളിൽ എത്ര വട്ടം കഞ്ചാവ് വേട്ട പിടിച്ചു, ഇന്ന സ്കൂളുകളിൽ എത്ര പേര് മയക്കുമരുന്ന് അടിമയാണ്, ഇതിനെന്താ നിങ്ങൾ നടപടി സ്വീകരിക്കുന്നത്, അത് എത്ര നാളത്തെ കാണും, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ എന്ത് റിയാക്ഷൻ എടുക്കണം, എങ്ങനെ ഓരോരുത്തരും ചോദിച്ചിട്ട് അതിനുള്ള ഉറപ്പ് വരുത്തിയാൽ ഒരു മനുഷ്യരും ചോദിക്കണം. ഇപ്പൊ ഇലക്ഷൻ വരുമല്ലോ, എല്ലാവരും വരുമ്പം ഇങ്ങനെ വോട്ട് ചെയ്യും, അവിടെ വോട്ട് ചെയ്യും, അത്രയും നേരം ചിരിച്ച് കളിച്ച് അവരവരുടെ കാടിഞ്ഞു പോകും. പക്ഷെ അവർ ചെയ്യുന്നത് അവരുടെ കുടുംബം നോക്കുക. അവരാരെങ്കിലും മറ്റുള്ളവരുടെ കാര്യം നോക്കാറുണ്ടോ? നമ്മളിത് ചെയ്യുന്നു അവർ വാഗ്വാദം വിളിക്കുമ്പോഴും നമ്മുടെ പൈസ കൊണ്ടല്ലേ അവർ ചെയ്യുന്നത്. അവർ വേറൊരു കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള സ്കൂളുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് പരിഹരിക്കുക വേണ്ടത്. അതായി ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. CBSE പഠിച്ചുകൊണ്ടും വിദ്യാഭ്യാസ കുറവുകളും സുരക്ഷിതത്വമൊക്കെ കിട്ടും. അത് നമ്മളത് ബേസ് ആക്കി വിട്ട് അവിടെ പഠിച്ചു കഴിഞ്ഞാലേ അത് പറ്റത്തുള്ളൂ. അപ്പൊ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കും. അത് അങ്ങനെ നമ്മൾ നോക്കുമ്പോഴും നമ്മളെല്ലാവരും നമ്മുടെ അവകാശങ്ങളെ നമ്മളിങ്ങനെ കളഞ്ഞുകൊണ്ടേയിരിക്കുക. അതും കൂടി ആലോചിക്കണം. നമ്മളെല്ലാവരും ചിന്തിച്ചാൽ മതി. ഗവൺമെന്റ് സ്കൂൾ അടിപൊളിയാവും. അതും ബേസിക് ആയിട്ട് പോകണം. ടീച്ചർമാരെ ഇന്റർവ്യൂ ചെയ്തെടുക്കുമ്പം ഈ സെറ്റും നെറ്റും ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ആദ്യം ചെയ്യേണ്ട കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റ് ആദ്യമേ ചെയ്യണം.
അങ്ങനെ അത് ചെയ്യണമെങ്കിൽ അവർ LKG മുതലല്ല അതായത് PKG മുതലുള്ള സ്കൂളുകളിൽ അതേ സ്റ്റാൻഡേർഡ് കൂടി ഗവൺമെന്റ് സ്കൂൾ വരണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 1ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ പിള്ളേർ ഫാസ്റ്റായിട്ട് ഇംഗ്ലീഷ് പറയാൻ തുടങ്ങും. കണ്ടിട്ടില്ലേ വേറെ ഈ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന പിള്ളേർ കൊച്ചു പിള്ളേരുടെ ചറവറ ഇംഗ്ലീഷ് പഠിക്കുന്നത് അവരെങ്ങനെ കേട്ട് പഠിക്കുന്നതല്ലേ. ആ പ്രായത്തിൽ പഠിക്കുന്ന പിള്ളേർ വലുതാകുമ്പോൾ മറന്നു പോകേണ്ട കാര്യമുണ്ടോ? നമ്മളൊക്കെ പഠിക്കുന്ന ഇംഗ്ലീഷ് പഠിക്കുന്ന എപ്പോഴാ 25ഓ 20ാമത്തെയോ അല്ലെ 28ാമത്തെയോ അല്ലെ ജോലിക്ക് ഇന്റർവ്യൂ ചെയ്യുമ്പോഴോ ആ ഒരു സമയത്തായിരിക്കും സ്പോക്കൺ ഇംഗ്ലീഷിന് തേടി പോകുന്നത്. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് നിലവാരക്കുറവുണ്ടല്ലേ. അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. പിന്നെ നമ്മൾ ചിന്തിക്കാൻ നമുക്കിനി കേരളത്തിൽ ജോലി കിട്ടുമെന്നൊന്നും ആരും നമ്മൾ സ്വപ്നം കണ്ട് കാര്യമില്ല. എല്ലാവരും പുറത്തോട്ടായിരിക്കും. അതേപോലെ തന്നെ പുറത്തോട്ട് പോകുന്ന ആൾക്കാർ ചിന്തിക്കണം, അതൊരു ശാശ്വതമായ പരിഹാരമല്ല. അവരുടെ നാടുകളിലെ ആൾക്കാരെ മാത്രമേ ജോലിക്ക് വെക്കുന്നുള്ളെങ്കിൽ ഈ പോയവരെല്ലാം കാനഡയിൽ നിന്നായാലും അവിടെ നിന്നായാലും തിരിച്ച് വണ്ടിയും കയറി ഇങ്ങോട്ട് വരാനുള്ളതെന്നുള്ളത്. അപ്പൊ ഇവിടാണ് ബിസിനസ്സുകളും ഇവിടെ കുറെ ഫെസിലിറ്റീസും ഒക്കെ ഉള്ളപ്പം നമ്മൾ അതൊന്നും ഇതാകെ നമ്മൾ ഇതിലേക്ക് ചുരുങ്ങുവാണ്. നമ്മളെപ്പോലെ സാധാരണക്കാരുടെ ചിന്താഗതിയെ മുതലെടുക്കാൻ കുറേ ആൾക്കാരും വേറെയുണ്ട്. അപ്പൊ ഗവൺമെന്റ് സിസ്റ്റം മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ കുറെ പൈസ കൊണ്ട് പോയിട്ട് സ്കൂളുകളിൽ പഠിക്കാം, അതിപ്പോ സുരക്ഷിതം കിട്ടുന്നു, ആ താൽക്കാലികം മാത്രം. നമ്മുടെ കഴിയും കുറേ ഉള്ളൊരു അതേ ചിന്താഗതി പോയി കഴിഞ്ഞാൽ ഇനിയുള്ള ഭാവി തലമുറകളിലൂടെ സെറ്റ് ആവാൻ പറ്റത്തില്ല. സിസ്റ്റം മാറുക എന്നുള്ളത് എൻ്റെ ഒരു ഇത്. അല്ലാതെ പൈസ തന്നെ ചെലവാക്കണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഗവൺമെന്റ് ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യണം ഈ പ്രൈവറ്റ് സെക്ടറുകൾ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ഇവിടെ എല്ലാരും പറഞ്ഞു സിസ്റ്റം മാറണം, ക്യാഷ് ഉള്ളവർക്കാണ് ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയുള്ള ഇതൊക്കെ വരാൻ കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ജനങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടല്ലേ. നമ്മൾ ഒന്നിനെതിരെയും പ്രതികരിക്കും. ഇപ്പൊ ഉണ്ണിമായല്ലേ പറഞ്ഞു ഇങ്ങനെ ഇലക്ഷന് വരുമ്പോ ഇന്നത് ചെയ്യണം, ഇന്നത് അവരോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചോദിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ കറക്റ്റ് വോട്ട് ചെയ്യേണ്ട അന്ന് ഡേറ്റിൽ പോയി വോട്ട് ചെയ്യുക, തിരിച്ചു വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിച്ച് നേടിയെടുക്കാൻ ഇല്ല ഒരിക്കലും ചിക്കുമോളെ, ഒരു അഭിപ്രായം പറയട്ടെ, പറഞ്ഞോട്ടെ. ഞാൻ ഈ വിദ്യാഭ്യാസ കാര്യം പറയുമല്ലേ. ഇപ്പം ഈ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ പഞ്ചായത്തിൽ നിന്ന് ഒരു സിസ്റ്റം വന്നായിരുന്നു. നിങ്ങൾക്ക് പിണറായി ഗവൺമെന്റിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. ഫസ്റ്റ് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിണറായി വിജയനും മന്ത്രിമാരും അമേരിക്കയെ ചികിത്സിക്കാമെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് എല്ലാവർക്കും അമേരിക്കയെ ചികിത്സിക്കാം. കാരണം ഈ നാട്ടിൽ ഇല്ലാത്ത ഫെസിലിറ്റീസ് ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ അങ്ങോട്ട് പോയത്. നമ്മുടെ വോട്ട് കൊണ്ട്, നമ്മുടെ ഇതുകൊണ്ട്, നമ്മുടെ ടാക്സ് കൊണ്ട് എന്ത് കാര്യത്തിനാണ് നമുക്ക് വേണ്ടി നമ്മൾ നിയമിക്കുന്ന ആൾക്കാർ അവർ നമ്മുടെ പണം കൊണ്ട് അവർ ഉല്ലസിക്കുകയാണ്. എന്നിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് കത്രികയും വെച്ചു കൊടുക്കുക, അതും വെച്ചു കൊടുക്കുക, ഇതും വെച്ചു കൊടുക്കുക. അത് ഞാൻ അവരോട് ഞാൻ എഴുതി വെച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു, ഞാൻ അഭിപ്രായങ്ങൾ പറയുന്നതുകൊണ്ട് എനിക്ക് ഗുണ്ടാ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ എന്റെ ജീവനും സ്വത്തിനും നിങ്ങൾ സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞു. എനിക്ക് പേടിയാന്ന് പറഞ്ഞു. ഗവൺമെന്റിന്റെ പേടി. ഞാൻ പറഞ്ഞു ജനാധിപത്യത്തിൽ ഈ ആദ്യം എടുത്തു മാറ്റേണ്ട ഒരു വാക്കാണ് എന്താന്ന് പറയുന്നത്, ഭരണം. ഇവരാരാ നമ്മളെ ഭരിക്കാൻ? ഈ ഭരണം എന്നുള്ള വാക്ക് എന്തുകൊണ്ട്? ഭരിക്കുക. അത് ജസ്റ്റ് മാറ്റി സേവിക്കുക എന്നാക്കണം. അത് നമ്മുടെ ഈ സുപ്രീം കോടതി തന്നെ ഇടപെടണം. ജനസേവനം അത് തന്നെ. നമ്മളെ സേവിക്കുന്ന മുഖ്യ സേവകനാണ് മുഖ്യമന്ത്രി. അല്ലാതെ മുഖ്യമായിട്ട് ഭരിക്കുന്ന ആളല്ല. നമ്മുടെ ഗതാഗതം സേവിക്കുന്ന ആളാണ് ഗതാഗത മന്ത്രി. ഗതാഗത സേവൻ നമ്മളെ സെർവൻസ് ആണ് അവര്, നമ്മളെ സേവകരാണ് അവർ. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എലക്ട് ചെയ്ത് വിട്ട ആൾക്കാരാ. അപ്പൊ നമ്മൾ അവരെ കാണും വഴിമാറി നിൽക്കുകയല്ല വേണ്ടത്. നമ്മളൊക്കെ ആവശ്യങ്ങൾ അവർ നിറവേറ്റിയ വേണ്ടത്. ഇത് ആദ്യമേ ചിന്തിക്കണം. എനിക്ക് വേണ്ട പരാതികളെല്ലാം ഞാൻ കൊടുത്തു. അപ്പൊ ഞാൻ എന്റെ തൊട്ടപ്പുറത്ത് ഞാൻ പറയുവാണ്, അവർക്ക് ഭയം, അവർക്ക് പേടി. ഇത് പറഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടാവും, നാളെ ഞങ്ങൾക്ക് പഞ്ചായത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒഴിവാകൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ ഭയക്കാം? നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നത്. ഈ പാർട്ടി ബേസ് നോക്കണ്ട, ഒരു കാരണവശാലും പാർട്ടി ബേസ് നോക്കരുത്. പാർട്ടി എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, ഒരു LGS എക്സാമിന് കൂടി ഇങ്ങന്നില്ലാത്ത 1857 നടന്ന കലാപങ്ങൾ തൊട്ട് അങ്ങന്നില്ലാത്ത കാര്യങ്ങൾ, ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ മൊത്തവും പഠിക്കും. ഈ ഒരു മന്ത്രിയാകുമ്പോഴവർക്ക് എന്ത് പരീക്ഷയുള്ളത്? ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെ പറ്റി അവർക്ക് വിവരമുണ്ടോ? അവർ ഈ ഇലക്ഷൻ ആകുമ്പോൾ ഓടി വന്ന ഒരു ബസ്സിലും കയറി 2 കാറ്റായും പറഞ്ഞ് 5-6 പാട്ട് വിട്ട് 2-3 ആൾക്കാരും കേട്ട് ജയി വിളിച്ച് പോയി. അവർക്കുള്ള ബിരിയാണി പ്രത്യേകം പാർട്ടി ഫണ്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് ആൾക്കാരിതും കണ്ട് അന്തം വിട്ട് അവരെ ചിരിയും കണ്ടുകൊണ്ട് അങ്ങോട്ട് പോയി കുത്തി കൊടുക്കും. വല്ല കാര്യമുണ്ടോ? ഈ ഇലക്ഷൻ ഒറ്റ ജനങ്ങൾ പോകരുത്. നമ്മുടെ സ്ഥലത്ത് പോവാതിരിക്കുമ്പോൾ അവർ വരുമല്ലോ, അന്വേഷിച്ചുകൊണ്ട് വരുമല്ലോ. അപ്പൊ നിങ്ങൾ നാട്ടിലെ കാര്യങ്ങൾ പറയാൻ നിൽക്കേണ്ട, നിങ്ങളുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ പറ. നിങ്ങൾക്ക് എവിടെ ഓടയില്ല, നിങ്ങളുടെ സ്കൂളിന് എന്ത് കുഴപ്പമുണ്ട്, ഞങ്ങൾക്ക് ഇത് ചെയ്യാന്ന് പറഞ്ഞില്ല, ഞങ്ങൾക്ക് ആംബുലൻസ് 2 ഞങ്ങളുടെ ആശുപത്രി പറഞ്ഞില്ലേ, എന്നിട്ട് അതെവിടെ? നിങ്ങൾ ഇപ്പൊ 5 വർഷത്തേക്ക് കയറുക. ഈ ഒരു വർഷം നിങ്ങൾക്ക് എന്തൊക്കെ ഞങ്ങളുടെ നാട്ടിൽ സ്ഥാപിക്കാൻ പറ്റും? നിങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് നടപടി എടുക്കണം എന്നും കൂടി ചിന്തിക്കണം. എന്നും കൂടി ഉറപ്പ് നൽകുക. ഈ ഒരു വർഷത്തിനായി ഞങ്ങൾക്ക് ഇവിടെ സ്കൂളിൽ ഈ ഒരു കെട്ടിടം വരുത്താം. ഈ 2 വർഷമായി നിങ്ങൾ ചെയ്തില്ല, ഇനി മുന്നോട്ടുള്ള നടപടി എങ്ങനെയാണ്?
പിന്നെ നിങ്ങൾ എന്തിനീ പ്രകടന പത്രിക എഴുതി വെച്ചേക്കുന്നത്? അതിന് ആക്ഷൻ തന്നെ എടുക്കണം. അതേപോലെ തന്നെ ഈ മന്ത്രിമാർ ചെയ്യുന്ന കുറ്റത്തിന് വലിച്ചിടേണ്ട ആവശ്യമില്ല. ജയിൽ നല്ല ഒന്നാന്തരം ശമ്പളമാക്കിക്കുമല്ലേ, കേട്ടണം. ജയിലിൽ അടുത്ത് തന്നെ ഇട്ട് അതിനുള്ള ശമ്പളം ജനങ്ങൾക്ക് തന്നെ അവരെ ഈടാക്കണം. അങ്ങനെ ഇത് ഇന്ന പാർട്ടി തന്നെ, അത് കോൺഗ്രസ് ആയാലും BJP ആയാലും ഏത് പാർട്ടിക്കാരായാലും അഴിമതി അപ്പം കേറുന്ന ഒരു ഈ മന്ത്രിയാവാൻ വേണ്ടി ആർത്തി പിടിക്കുന്നവർ ആലോചിക്കും, ഇതൊരു മന്ത്രിയാവാൻ നീ ഇതൊക്കെ ചെയ്യേണ്ടി വരണോ, ഇതെങ്ങനെ ചെയ്യണോ, അല്ലെ എന്റെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഒന്നും വേണ്ട. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് റിട്ടയർമെന്റ് പ്രായം 58ആയി. നമ്മുടെ ഒരു നേതാവെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഫിസിക്കലായിട്ട് അയാൾ ഒരു ക്വാളിഫൈഡ് ആയിരിക്കില്ല. ഇന്നൊരു സംഭവം ഉണ്ടായി ഓടി പോകാനൊക്കെ പറ്റണം. ഇപ്പൊ അയാളൊരു നമ്മൾ ഈ പാർട്ടി ബേസ് പറയല്ല, ഒരു നവകേരളം എന്ന് പറഞ്ഞ സംരംഭം ഉണ്ടായി. അദ്ദേഹം പോകുന്ന ബസ് താഴെ എന്നാ പൊങ്ങിക്കൊണ്ട് കയറുന്നത്. എത്ര കോടി രൂപയുടെ അത്, എത്ര കോടി രൂപയുടെ, എത്രയോ ഹോസ്പിറ്റലുകൾ എത്ര ഫെസിലിറ്റീസ് ഇല്ലാതെ കിടക്കുന്നു, എത്ര സ്കൂളുകൾക്ക് ഇല്ലാതെ കിടക്കുന്നു, എത്രയോ പേർക്ക് ക്യാൻസർ പേഷ്യന്റ് കൂടി മരുന്നില്ലാതെ കിടക്കുന്നു, എത്രയോ നമ്മുടെ നാട്ടിൽ എത്ര ഇതുണ്ട്. ഇപ്പൊ എത്രയോ അഭിമാനത്തോടെ കൂടിയ ഞാൻ ഒരു കുടുംബശ്രീക്ക് ചേരുന്നേ, എനിക്ക് അറിയത്തോടെ ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. 100 രൂപ എന്റെ കയ്യിൽ നിന്നും പിരിവ് മേടിച്ചു. എന്ത് കാര്യത്തിന്? ഇതേ ഞങ്ങളുടെ വീടിന് അപ്പുറത്തെ ഒരു കുഞ്ഞ് ടീച്ചറാ, അവള് പറഞ്ഞ് അടിപൊളിയാ അവിടെ നവകേരളത്തിൽ പോയാ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണി നല്ല സൂപ്പർ ഊണാണ്. ഇവർക്ക് ഇത്രയും ഗവൺമെന്റ് സാലറിക്കാർക്ക് ഊണ് കൊടുക്കാനാണോ നമ്മുടെ കയ്യിൽ പിരിവും കൊണ്ടുപോകുന്നത്? അവർ AC-ക്കകത്തിരുന്ന് അവരോരോ സ്ഥലത്ത് കയറി ഇരുന്നിറങ്ങിയിട്ട് അവരുടെ കോപ്രായം കാണാനാണോ ഈ നവകേരളം എന്നും പറഞ്ഞ സംരംഭം ഉണ്ടാക്കിയത്? ഈ AI ക്യാമറ എന്നും പറഞ്ഞ എത്രയോ എടുത്ത് ഈ ക്യാമറ വെച്ച് എത്രയോ സംരംഭം ഉണ്ടാക്കി. ഇതുകൊണ്ട് നേട്ടം എന്തുവാണ്? എന്ത് നേടി? എത്ര കോടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ അതിനെപ്പറ്റി ചർച്ച ചെയ്തു. അപ്പൊ ഇതൊക്കെ ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ ഇത് പറഞ്ഞു, ഇത് ആരും പറയത്തില്ല. ഞാൻ ഇത് പറഞ്ഞപ്പോ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ഓരോരുത്തരും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോർക്കും കൊള്ളാം. പക്ഷെ എനിക്ക് ഇതുകൊണ്ടൊരു ഗുണവും ഇതുമില്ല. എനിക്ക് ഒരു ഇതിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ പറയാനുള്ള അഭിപ്രായം പറയാനായിട്ട് നമ്മൾ പറയണം. അത് ഏത് സംരംഭമായി നമ്മൾ പാർട്ടി നോക്കരുത്. ഒരു കാരണവശാലും ഇനി പാർട്ടി നോക്കരുത്. അതൊരു ബേസിക് ആയിട്ട് നമ്മുടെ നാടിനെ നയിക്കാൻ ഒരു എക്സാം തന്നെ വെക്കുക. ഇത്ര വയസ്സ് മുതൽ ഇത്രയും നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നടപടി, അത് ഭരണഘടന തന്നെ മാറ്റേണ്ട കാര്യമാണ്. എങ്ങോ എഴുതി വെച്ചേക്കുന്ന ഭരണഘടന എത്രയോ ചേഞ്ച് ചെയ്യേണ്ട കാര്യം ഒറ്റ സഡൻ ആയിട്ട് തന്നെ റിയാക്ഷനും എടുക്കുക. ഞാനൊരു മന്ത്രി എന്നാലും എനിക്ക് ഇത്രയും വർഷം കൊണ്ട് എന്റെ നിറവേറ്റാൻ പറ്റിയില്ല. അത് എന്തൊക്കെ കാരണം കൊണ്ട്? എനിക്ക് ഇവിടെ ഒരു ചെറിയ അഴിമതി വന്നേണ്ടു, ഇവിടെ ഒരു ഷോർട്ടേജ് വന്നു, ജനങ്ങളുടെ പിരിവായിരുന്നു, ഇത് എനിക്ക് തെറ്റ് പറ്റിപ്പോയി. അപ്പോഴും ആക്ഷൻ എടുക്കുക, അപ്പോഴേ പോകാൻ പറയാം. നെക്സ്റ്റ് ആളെ കയറ്റുക, അത്രേ ഉള്ളൂ. അല്ല 5 വർഷം ഒരാളെ തൂക്കിയിട്ട് 10 വർഷം ഒരാളെ തൂക്കിയിട്ട് അവരുടെ മൊത്തം ഭരണം അത് വേണ്ട, സേവനം നമുക്ക് വേണ്ട. നമ്മുടെ കാര്യങ്ങൾ നമ്മളൊക്കെ നേരെ നടത്തിയാൽ മതി. അങ്ങനെ നടത്തുവാണെങ്കിൽ ഇവിടെ പാർട്ടി ഇല്ല. പാർട്ടി കൊലപാതകങ്ങൾ എത്ര പാർട്ടിയിൽ എത്ര ജനങ്ങൾ മരിക്കുന്നത്? ഈ ഏതെങ്കിലും മന്ത്രിമാരെ ഇറങ്ങി നിന്നിട്ടാണോ ഈ സാധാരണപ്പെട്ട വെറും സാധാരണയായിട്ടുള്ള കുടുംബങ്ങളെ ഇല്ലാതാക്കിയിരിക്കുന്നത് ഈ പാർട്ടി കൊലപാതകങ്ങൾ എന്നത്? അത് അവരെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യാണ്. ചില പ്രസംഗങ്ങളും ചിലരുടെ കാര്യങ്ങളൊക്കെ ഒരു അഡിഷൻ പോലെ അവർക്കത് ഉയർത്തെഴുന്നേറ്റ് പോകും. നമ്മൾ കേട്ടുണ്ടോ, നമ്മൾ ചില പാർട്ടികളുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടുമ്പോൾ നമ്മളെ ആവേശഭരിതരാക്കുക ചെയ്യുന്നത്. നമ്മൾ അന്നേരം ഇറങ്ങും പാർട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതാണ് അവരുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രസംഗങ്ങളും ഈ പ്രഹസനങ്ങളും തന്നെ ആദ്യം ഇല്ലാതാക്കണം. ഇതൊരു സിസ്റ്റം ആക്കുക, ഇതൊരു ഗവൺമെന്റ് ജോലി പോലെ സിസ്റ്റം ആക്കുക. രാവിലെ പോവുക, എത്ര നേരം വർക്ക് ചെയ്യുക, അതിനുള്ള പേയ്മെന്റ് വാങ്ങുക, ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യുമോ അങ്ങനെ ചെയ്യുക. അല്ല അവർക്ക് പ്രത്യേകം അവർ മന്ത്രിയുടെ കാർ വരുന്നേ നമ്മളൊക്കെ നിർത്തിയിട്ടേക്കണം, മന്ത്രി പോകുന്നേ അങ്ങനെ എന്തിനാ ഇതൊക്കെ? ഒരു കേരളത്തില് നല്ലവണ്ണം രീതിയിൽ നടക്കാൻ ഇത്രയും പോലീസ് ഓഫീസറിന്റെ കാര്യം എന്താ? ഈ പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ശമ്പളം കൊണ്ടാണല്ലോ. അവർക്കും ജനങ്ങളെ നോക്കാൻ സമയമില്ല. ഇത്രയും എക്സോർട്ടിന്റെ ആവശ്യം എന്തുവാ? കേരളത്തിൽ ഇറങ്ങി നടക്കാൻ എന്ത് നമ്മുടെ മന്ത്രിമാർ ഇത്ര ഭയക്കുന്നത് ഈ കേരളത്തിൽ ഇറങ്ങി നടക്കുന്നതിന്? അപ്പൊ അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളുണ്ട് മേം ചോദിക്കാനായിട്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഈ രാഷ്ട്രീയം പറയുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. എനിക്ക് പക്ഷെ പ്രത്യേകം പ്രാർത്ഥിയൊന്നുമില്ല. ഞാൻ വോട്ട് ചെയ്യാൻ നിവർത്തിയില്ലെങ്കിൽ പോകണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ നമ്മുടെ അമ്മമാരെ കണ്ടിട്ടില്ലേ, ഒടിഞ്ഞു വീണാൽ അവർക്ക് ഭയങ്കര ആഗ്രഹം കറുത്ത മഷി കേൾക്കാൻ, കറുത്ത മഷി കേൾക്കാനായിട്ട്. അതിന് ചാടി പിടിച്ചു പോകും. അവർക്ക് എന്ത് ഗുണവും ദോഷവും അവർക്ക് അറിയത്തില്ല എന്തോ ഉള്ളത്. ഈ അഭിപ്രായം പറയാൻ നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ ഒരാൾ ഫോണും കൊണ്ട് വന്നു പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആ അഭിപ്രായം പറയാൻ കൂടിയിട്ടുള്ളൊരു ആ അഭിപ്രായത്തിന് തൊട്ട് മുമ്പ് ഒരു സംഭവം നടക്കുക. അപ്പോഴും അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ കുറെ കാര്യങ്ങൾ ഒഴിവാക്കാനുണ്ട്. അത് ഈ ഗവൺമെന്റ് എന്നല്ല, ഏത് ഗവൺമെന്റ് ചെയ്യാലും അത് ഇവരെ പറ്റത്തില്ല. അത് സുപ്രീം കോടതി വിചാരിക്കണം. ഈ ഭരണം തന്നെയുള്ളത് നിർത്തണം. ഞങ്ങളുടെ ഈ പാർട്ടി ഭരിക്കും, ഞങ്ങളുടെ ഈ പാർട്ടി നിങ്ങളെ ഭരിക്കും. ഇത് ഏത് പാർട്ടി ഞങ്ങളെ ഭരിക്കേണ്ട ആവശ്യം, നമ്മളെ ഭരിക്കേണ്ട ആവശ്യം എന്തോ? ഏത് പാർട്ടി ആയാലും ഒരു പാർട്ടി നമ്മളെ ഭരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ ഒരു കാര്യം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു. എന്ത് കാര്യം? ഞങ്ങളുടെ പൈസ കൊണ്ട് നിങ്ങൾ ഇത് ചെയ്യാൻ മുന്നിൽ നിന്നു. എന്റെ വാക്കിന്റെ ആവശ്യമുള്ളൂ. അല്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നല്ല പറയേണ്ടത്. നമ്മൾ നമുക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്യണം. നമ്മുടെ സ്വന്തം പൈസ കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നാവുള്ള കാര്യമാവും. അങ്ങനെയാ പറയണ്ടത്. ഇപ്പൊ എല്ലാരും പറയട്ടില്ലേ, പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുമ്പോൾ
ഞങ്ങളുടെ പാർട്ടി അത് ചെയ്തില്ലേ, ഞങ്ങളുടെ പാർട്ടി ഇത് ചെയ്തില്ലേ. നിങ്ങളുടെ പാർട്ടി ഒന്നും ചെയ്യത്തില്ലടോ, നമ്മുടെ പൈസ കൊണ്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും ആരും ചോദിക്കത്തില്ല, എല്ലാവർക്കും പേടിയാ. ഞാൻ ഇതിനോട് അവസാനം നമുക്ക് പറയാനും പേടിയാ, കാരണം നമ്മള് ഫാമിലി ആയിട്ട് ജീവിക്കുന്നത്. നാളെ ഇനി ഇവിടെ നിന്ന് വിവരമില്ലാത്ത കുറെ എണ്ണം ഉണ്ടല്ലോ, ഏതെല്ലാം രീതിയിലുള്ള അറ്റാക്ക് വരുന്ന അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മള് ജീവനി ഭയന്ന് ഇങ്ങനെ ജീവിക്കുക. ആ ഒരു ഗതിയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത്. അഭിപ്രായങ്ങളൊന്നും ആരും പറയത്തില്ല, എല്ലാരും ഇങ്ങനെ വെച്ചിരിക്കും. അവരൊക്കെ പണ്ട് മുതലേ ഉള്ള പണ്ട് നമ്മുടെ അപ്പൂപ്പൻ ആ പാർട്ടിയല്ലേ, നമ്മുടെ എന്ന ഈ പാർട്ടി നമുക്ക് ഇപ്പം ന്യൂ ജനറേഷൻ ആ പാർട്ടി അല്ലേ എന്ന്. ഈ പാർട്ടിയാണ് ഒഴിവാക്കിയിരുന്നെങ്കിൽ നമ്മുടെ കേരളം തന്നെ രക്ഷപ്പെട്ടു പോയനെ. ഈ പാർട്ടി തന്നെ ഇത്ര ഇതില്ലായിരുന്നെങ്കിൽ ഈ നാട് തന്നെ. അങ്ങനെ എനിക്ക് പറയാനുള്ളൂ മിസ്സേ, അല്ലാതെ വേറൊന്നും പറയാനില്ല. അത് ഞാൻ പറഞ്ഞ ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞത്. ഇത് നമ്മള് ഈ ഗവൺമെന്റ് സ്കൂളിൽ ഇന്ന വേണമെന്നൊക്കെ നമ്മൾ തീരുമാനിച്ചാൽ ഇനിയും മാറാവുന്നേ ഉള്ളൂ. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സേവകരായിട്ട് വിടുന്നില്ലേ നമ്മുടെ ഒരു മുമ്പിൽ നിൽക്കാൻ വേണ്ടി, അവര് തീരുമാനിക്കണം. ഞാനൊരു മന്ത്രിയാ, എന്റെ എന്റെ കൊച്ചുമക്കള് ഏത് സ്കൂളിൽ പഠിക്കുന്നു, അത് ഇന്റർനാഷണൽ സ്കൂൾ അവിടെ ഇവിടെ, ഇന്റർനാഷണൽ സ്കൂൾ അവിടെ ഇവിടെ മറ്റേടത്ത്, അല്ലെ USA മോൻ അവിടെ പഠിക്കുന്നു, ഡോക്ടറിന് പഠിക്കുന്നു, ഇവിടുന്ന് പഠിക്കുന്നു. അത് ഒഴിവാക്കി ഇന്ന സിസ്റ്റത്തിൽ കയറാൻ നിങ്ങൾ തയ്യാറാണോ? പൂർണ്ണമായിട്ട് നിങ്ങൾ ഗവൺമെന്റിന്റെ അധീനതയിലായിരിക്കും. നിങ്ങളുടെ ഫാമിലി മൊത്തം ഗവൺമെന്റ് സേവനം ഉപയോഗിക്കണം. മന്ത്രിക്ക് ഒരു അസുഖം വരുന്നുണ്ടോ, അത് ആ ഡിസ്ട്രിക്റ്റിൽ അവർ അതിനുള്ള ഹോസ്പിറ്റലിലേ പോവുള്ളൂ. അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലേ, എന്റെ റീസൺ പറയുക. അപ്പം പറയുമ്പം എനിക്ക് ഇന്ന ഹോസ്പിറ്റലിലോട്ട് പോകണം. അപ്പൊ അത് സാധാരണക്കാർക്കും അത് അംഗീകരിക്കണം. അവർക്ക് ഇന്ന ചികിത്സയില്ല എന്നാൽ അവരെയും പിടിച്ച് അമേരിക്കയിൽ വരണം. അവർക്ക് അമേരിക്കയിൽ പോകാമെങ്കിൽ നമുക്കും അമേരിക്കയിൽ പോയി കൂടി. അവർക്ക് പ്രത്യേകിച്ചുള്ളൊരു ഇതൊന്നും ഇല്ലല്ലോ. മനസ്സിലായി? അവർക്കൊന്ന് കറങ്ങാൻ പോകണം ജസ്റ്റ് ഫാമിലി ആയിട്ട്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അതൊക്കെ നിർത്തേണ്ടതാ മിസ് ചെയ്ത. ഞാൻ ഇതിപ്പം പറഞ്ഞിട്ട് ഇനി ആരെങ്കിലും കേട്ടിട്ട് ഇനി എനിക്ക് പ്രശ്നമുണ്ടോ അറിയത്തില്ല. ഇതൊരു ലൈവ് ക്ലാസ് ആയതുകൊണ്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇത് പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇതേപോലൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് പെട്ടെന്നൊരു ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നു, ആരും ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോവാറില്ല. അപ്പൊ എന്തേ ഗവൺമെന്റിലേക്ക് പോക്കൂടെ? എല്ലാവർക്കും ഇല്ല, ധൈര്യം ഇല്ല. അവനവന്റെ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ എല്ലാവരും പ്രൈവറ്റിൽ പോയിട്ട് വേഗം അസുഖം മാറി തടി രക്ഷപ്പെടാനേ നോക്കുള്ളൂ. അപ്പോ വയസ്സായിട്ട് ബുദ്ധിപൂർവ്വമായിട്ട് ചിന്തിക്കുക, മാറേണ്ടവര് ചെയ്യേണ്ടവര് അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. നമ്മൾ തന്നെയാണ് ഗവൺമെന്റ്. പറയേണ്ട ഇടത്ത് പറയാൻ പറ്റാൻ നമുക്കൊക്കെ സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്കിപ്പോൾ നമ്മൾ വീട്ടമ്മമാരായിട്ട് ഇവിടെ ഇരുന്നിട്ട് പരിമിതികളുണ്ട്. അപ്പോൾ നമ്മളും അതിനൊക്കെ ഏബിളായിട്ട് വല്ല മാറ്റങ്ങളും കൊണ്ടുവരാൻ നമ്മളെ പോലുള്ളവർക്ക് പറ്റട്ടെ. അത് മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ. ഇനി നമ്മളുടെ ഭാവി തലമുറയ്ക്കെങ്കിലും വീണ്ടും നമ്മളുടെ ആ പഴയ ഒരു സിസ്റ്റം, പഴയതല്ല അതിനേക്കാളും ബെറ്റർ ആയിട്ട് പുതിയൊരു സിസ്റ്റം, ഈ ഇത് പ്രൈവറ്റ് സെക്ടർ അവർക്കും വേണ്ടേ നാട്ടിൽ ജീവിക്കലൊക്കെ. അതെന്താ അങ്ങനെ ഒരു വേർതിരിവോട് കൂടി കാണേണ്ട ഒരു ആവശ്യമില്ല. നമ്മളുടെ ചിന്താഗതിയും മാറണം. എവിടെയാണോ നല്ല സർവീസ് നമ്മളുടെ കയ്യിലുള്ള പോക്കറ്റ് മണിക്ക് കിട്ടുക, അതല്ലേ നമ്മൾ നോക്കുള്ളൂ. അപ്പൊ അത് കൊടുക്കേണ്ടവര് കൊടുക്കാത്തതിന്റെ ഇതില് നമുക്ക് സർവീസ് ആവശ്യമുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് എവിടെ ഭംഗിയായിട്ട് കൊടുക്കേണ്ടവര് കൊടുക്കാത്തിടത്തോളം കാലം എവിടെയാണോ കിട്ടുക അവിടേക്കേ ആൾക്കാർ പോവുള്ളൂ. ഇതില് ചേർക്കുന്ന നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ലൈഫ് ഒന്നേ ഉള്ളൂ. അത് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഡിസിഷൻ എടുക്കാനുള്ളതാണ്. നമ്മള് വാശി പിടിച്ച് നിർബന്ധം പിടിച്ച് പഴംപുരാണം പിടിച്ച് അതല്ല. പ്രാക്ടിക്കലി എന്ത് നടക്കുമോ ഇപ്പോൾ അറ്റ് ദ മൊമെന്റ് എടുക്കാനുള്ള ഡിസിഷൻ അതിനനുസരിച്ച് എടുക്കാൻ പറ്റുള്ളൂ. അത്രേ പറയാനുള്ളൂ. താങ്ക് യു. ഓക്കെ, നന്നായിരുന്നല്ലേ ഡിബേറ്റ്. പിന്നെ ഉണ്ണിമാര എന്താ പറയാ, ഭരണത്തെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ നന്നായിരുന്നു കേട്ടോ. കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പോ നമുക്ക് നാളെ എക്സാം ആണ്. എല്ലാവരും നന്നായിട്ട് എക്സാം ചെയ്താ. ഓൾ ദി ബെസ്റ്റ് ഡിയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ആണ്. താങ്ക് യു മാം. ഇന്നത്തെ ക്ലാസ് ആദ്യം മുതൽ കയറാൻ പറ്റിയില്ല, ഞാൻ ക്ലാസ് കേൾക്കണ്ട, ഞാൻ എവിടെയാ പോയിട്ട് വരുന്ന? ഞാന് മോളുടെ സ്കൂളിൽ നിന്ന് അവയർനെസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് കേട്ടാ നമുക്ക് നല്ലതാണല്ലോ. അതുകൊണ്ട് പോയത്, എന്താണ് അവിടെ പറയണേന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് പങ്കെടുക്കാൻ പോയി. പിന്നെ അതുപോലെ തന്നെ അവളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ കുറച്ചൊരു പ്രോഗ്രാം കുടുംബശ്രീയുടെ ഉണ്ട്, അതിന് പോകാൻ പോണേ. എക്സാമിന് രാത്രി ഇരുന്ന് പഠിക്കും. ഇന്നത്തെ ക്ലാസ് നല്ലതായിരുന്നു. എല്ലാരും അത് തന്നെ പറയണം. നമ്മളിപ്പം എന്ത് പറയാ, തട്ടിക്കൂട്ടി അങ്ങോട്ട് പോണ വഴിക്ക് പോയിക്കൊണ്ടിരിക്കണേ. എന്ത് നന്നാവും അറിയില്ല ഈ ലോകം. എല്ലാം നല്ല രീതിയിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പറയണവരെ തട്ടിക്കളയുന്ന സമൂഹമായിട്ട് വരുന്നുണ്ടല്ലോ അല്ലെ ഹരികൃഷ്ണന്റെ. അതെ, ഇനിയിപ്പം സ്ത്രീകൾ തന്നെ മുന്നോട്ട് ഇറങ്ങേണ്ടി വരും മിസ്സേ. നമ്മൾ ഇനി വീട്ടമ്മമാരാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല.
ഇനിയിപ്പം നമ്മുടെ പിള്ളേരെയൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോ അതിൻ്റെതായ രീതിയിൽ മുന്നേറുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ശരി മിസ്, ഇന്നത്തെ ക്ലാസ് എടുത്ത എല്ലാവർക്കും നന്ദി. അടിപൊളിയായിട്ട് എല്ലാരും എടുത്തത്. പേടിക്കൊന്നും വേണ്ട, ആരെങ്കിലും വന്നതിന് അപ്പൊ തന്നെ പോലീസിനെ വിളിച്ചോ. ഓക്കെ, താങ്ക് യു. ശരി ശരി എന്നാ, താങ്ക് യു മിസ്. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.